Hi students, welcome to our physics class and this is your Asha teacher. Okay, and നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? ഓൾറെഡി ഡയമെൻഷൻസ്. ഇന്ന് നമ്മൾ ഡയമെൻഷൻസുമായിട്ട് റിലേറ്റഡ് ഒരു ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ പഠിക്കാൻ പോവാണ്. ആൻഡ് ദ പ്രിൻസിപ്പിൾ ഈസ് കോൾഡ് ആസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജെനിറ്റി ഓഫ് ഡയമെൻഷൻസ്. എന്താ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജെനിറ്റി ഓഫ് ഡയമെൻഷൻസ്. ഓക്കെ, എന്തായി പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജെനിറ്റി നോക്കാം. ലിസൺ. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജെനിറ്റി സ്റ്റേറ്റ്സ് ദാറ്റ് only similar physical quantities can be added or subtracted. എന്താണ്? Only similar physical quantities can be added or subtracted. Very important. Physical quantities നെ സംബന്ധിച്ച് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ് നമ്മൾ പറയുന്നത്. സിമിലർ ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. സപ്പോസ് വി ഹാവ് ഗോട്ട് എ 5 മീറ്റർ. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഒരു 5 മീറ്റർ ഉണ്ട്. ഞാൻ ഈ 5 മീറ്ററിൻ്റെ കൂടെ ഒരു 3 മീറ്റർ ആഡ് ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു? 5 മീറ്ററിൻ്റെ കൂടെ 3 മീറ്റർ ആഡ് ചെയ്തു. ആഡ് ചെയ്താൽ യെസ് വി നോ ദ ആൻസർ ഈസ് 8 മീറ്റർ. ആൻസർ എത്രയാണ്? 8 മീറ്റർ. ക്ലിയർ? 5 സെക്കൻഡ്സ്. നമ്മുടെ കയ്യിൽ 5 സെക്കൻഡ്സ് ഉണ്ട്. 5 സെക്കൻഡ്സിൻ്റെ കൂടെ 3 സെക്കൻഡ്സ് നമ്മൾ ആഡ് ചെയ്തു. യെസ്, പോസിബിൾ. 5 സെക്കൻഡിൻ്റെ കൂടെ 3 സെക്കൻഡ്സ് ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 8 സെക്കൻഡ്സ് കിട്ടും. ശരിയല്ലേ? 5 കിലോഗ്രാം പ്ലസ് 3 കിലോഗ്രാം വിൽ ഗീവ് 8 കിലോഗ്രാംസ്. ശരിയല്ലേ? അപ്പോൾ സിമിലർ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് നമ്മൾ ആഡ് ചെയ്തു. ഇനി സപ്പോസ് വി ആർ ഗോയിങ് ടു ആഡ് 5 കിലോഗ്രാം വിത്ത് we are going to add 5 kilogram and 3 seconds. നമ്മൾ ഇനി ആരെയൊക്കെ ആഡ് ചെയ്യാൻ പോവാ? 5 കിലോഗ്രാമും 3 സെക്കൻഡ്സും കൂടെ ആഡ് ചെയ്യാൻ പോവാ. ആരെയൊക്കെ ആഡ് ചെയ്യാൻ പോവാ? 5 കിലോഗ്രാമും 3 സെക്കൻഡും. പോസിബിൾ ആണോ? 5 കിലോഗ്രാമിൻ്റെ കൂടെ എനിക്ക് 3 സെക്കൻഡ്സ് ആഡ് ചെയ്യാൻ പറ്റുമോ? ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ പോസിബിൾ. ദാറ്റ് ഈസ് രണ്ട് ഡിഫറെൻറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആയിട്ടുള്ള മാസും ടൈമും കൂടെ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. ശരിയല്ലേ? ഏതെങ്കിലും രണ്ട് ഡിഫറെൻറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആഡ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജെനിറ്റി. ക്ലിയർ ആയോ? അഡീഷൻ്റെ കേസിൽ സിമിലർ ക്വാണ്ടിറ്റീസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ശരിയല്ലേ? അതേപോലെ തന്നെ സബ്ട്രാക്ഷൻ. എനിക്ക് 5 മീറ്ററിൽ നിന്ന് 3 മീറ്റർ കുറയ്ക്കാം. 5 സെക്കൻഡിൽ നിന്ന് 3 സെക്കൻഡ് കുറയ്ക്കാം. 5 കിലോഗ്രാമിൽ നിന്ന് 3 കിലോഗ്രാം കുറയ്ക്കാം. പക്ഷേ 5 കിലോഗ്രാമിൽ നിന്നും 3 സെക്കൻഡ് കുറയ്ക്കാൻ പറ്റുമോ? ഇറ്റ് ഈസ് ഓൾസോ നോട്ട് അറ്റ് ഓൾ പോസിബിൾ. ശരിയല്ലേ? അപ്പോൾ അഡീഷൻ്റെയും സബ്ട്രാക്ഷൻ്റെയും സ്പെഷ്യാലിറ്റിയാണ് ഓൺലി സിമിലർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി ആഡഡ് ഓർ സബ്ട്രാക്റ്റഡ്. Okay, and that simple principle is called as principle of homogeneity of dimension. അപ്പോൾ എന്താ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജെനിറ്റി ഓഫ് ഡയമെൻഷൻ? ഓൺലി സിമിലർ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി ആഡഡ് ഓർ സബ്ട്രാക്റ്റഡ്. ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും നമുക്ക് എങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനെ പറ്റുള്ളൂ? സിമിലർ. ഓക്കെ, ഒരേപോലത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? രണ്ട് ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് ഒരിക്കലും ആഡ് ചെയ്യാനും പറ്റില്ല, രണ്ട് ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് ഒരിക്കലും സബ്ട്രാക്ട് ചെയ്യാനും പറ്റില്ല. ഓക്കെ, അപ്പോൾ അഡീഷനും സബ്ട്രാക്ഷനും വന്നാൽ അതിൻ്റെ അർത്ഥം ക്വാണ്ടിറ്റീസ് ആർ സെയിം. 5 മീറ്ററും 3 മീറ്ററും കൂടെ ആഡ് ചെയ്താൽ എനിക്ക് 8 മീറ്റർ തന്നെ കിട്ടുന്നത്. അതേ ഫിസിക്കൽ ക്വാണ്ടിറ്റി തന്നെ കിട്ടും. ശരിയല്ലേ? 5 സെക്കൻഡും 3 സെക്കൻഡും കൂടെ ആഡ് ചെയ്താൽ എനിക്ക് 8 സെക്കൻഡ് കിട്ടും. അല്ലേ? അപ്പം രണ്ട് ടൈമുകൾ തമ്മിൽ കൂട്ടിയാൽ എനിക്കൊരു പുതിയ ടൈം കിട്ടും. പുതിയൊരു ക്വാണ്ടിറ്റി കിട്ടുമോ? മറ്റൊരു ക്വാണ്ടിറ്റി കിട്ടുമോ? ഒരിക്കലുമില്ല. ക്ലിയർ അല്ലേ? 5 കിലോഗ്രാമും 3 കിലോഗ്രാമും കൂടെ ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും എനിക്ക് പിന്നെയും കിട്ടുന്നത് മാസ് തന്നെയാണ്. എന്ത് കിട്ടില്ല? പുതിയൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി കിട്ടില്ല. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ. ഈ പ്രിൻസിപ്പിൾ വെച്ച് നമ്മൾ ഡയമെൻഷൻസ് ഒരുപാട് യൂസ് ചെയ്യാറുണ്ട്. ഡയമെൻഷണൽ അനാലിസിസിലോട്ട് പോകാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന ടോപ്പിക് എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജെനിറ്റി ഓഫ് ഡയമെൻഷൻ. So what is this principle of homogeneity of dimension? Principle of homogeneity of dimension states that only similar physical quantities can be added or subtracted.
എങ്ങനെയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മാത്രമേ നമുക്ക് ആഡും സബ്ട്രാക്റ്റും ചെയ്യാൻ പറ്റുള്ളൂ? സിമിലർ. കിട്ടുന്നതും എന്ത് തന്നെ ആയിരിക്കും? റിസൾട്ട് ഈസ് ഓൾസോ ദ സെയിം ഫിസിക്കൽ ക്വാണ്ടിറ്റി. Okay, that simple principle is called as the principle of homogeneity of dimensions. Clear? എങ്കിൽ സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നമുക്കൊന്ന് നോക്കാം. ഫൈൻഡ് ദ ഡയമെൻഷൻസ് ഓഫ്, ഇത് വെച്ച് എപ്പോഴും നമുക്ക് പ്രോബ്ലംസ് വരാറുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നോക്കാം നമുക്ക്. ഫൈൻഡ് ദ ഡയമെൻഷൻസ് ഓഫ് എ ആൻഡ് ബി ഇൻ ദ ഇക്വേഷൻ വി ഈസ് ഈക്വൽ ടു എ ടി പ്ലസ് ബി ടി സ്ക്വയർ. ഒരു ഇക്വേഷൻ അവർ നമുക്ക് തന്നു. ഓക്കെ, വി ഈസ് ഈക്വൽ ടു എ ടി പ്ലസ് ബി ടി സ്ക്വയർ. അവിടെ അവർ പറഞ്ഞിരിക്കും വേർ വി ഈസ് ദ വെലോസിറ്റി. വി എന്താണ്? നമ്മുടെ വെലോസിറ്റി ആണ്. ഓക്കെ, and t is the time. t ആരാണ്? ടൈം. ഓക്കെ, v is the velocity and t is the time. v വെലോസിറ്റിയും t ടൈമുമാണെങ്കിൽ ഈ ഇക്വേഷനകത്തുള്ള രണ്ട് കോൺസ്റ്റൻസ് a and b, ആ എയുടെയും ബിയുടെയും ഡയമെൻഷൻസ് നമുക്ക് കണ്ടുപിടിക്കണം. Clear? So what is the question? Find the dimension of a and b in the equation v is equal to at plus bt square. നമുക്ക് നോക്കാം. സോ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി നമുക്ക് എന്താ പറഞ്ഞു തന്നത്? ഓൺലി സിമിലർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി ആഡഡ് ഓർ സബ്ട്രാക്റ്റഡ്. എങ്ങനെയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മാത്രമേ നമുക്ക് ആഡും സബ്ട്രാക്റ്റും ചെയ്യാൻ പറ്റുള്ളൂ? സിമിലർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ, ദാറ്റ് ഈസ് നമ്മൾ വെലോസിറ്റി തന്നിട്ട് വെലോസിറ്റിയുടെ കൂടെ രണ്ട് ടേംസ് ആഡ് ചെയ്ത് വെച്ചേക്കുക. ആരേക്ക് ആഡ് ചെയ്തു? എ ടിയും ആഡ് ചെയ്തു, ബി ടി സ്ക്വയറും ആഡ് ചെയ്തു. ശരിയല്ലേ? കിട്ടിയത് വെലോസിറ്റിയാണ്. അങ്ങനാണെങ്കിൽ ഷുവർ അല്ലേ എ ടിയും ഒരു വെലോസിറ്റി ആയിരിക്കും, ബി ടി സ്ക്വയറും ഒരു വെലോസിറ്റി ആയിരിക്കും. എന്താണ്? രണ്ട് ടേംസ് തമ്മിൽ ആഡ് ചെയ്തപ്പോൾ എനിക്ക് വെലോസിറ്റി കിട്ടി. അങ്ങനാണെങ്കിൽ നമുക്ക് പറയാം 5 മീറ്റർ പെർ സെക്കൻഡും 2 മീറ്റർ പെർ സെക്കൻഡും കൂടെ ആഡ് ചെയ്താൽ 7 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ശരിയല്ലേ? അല്ലേ? 5 മീറ്റർ പെർ സെക്കൻഡും 2 കിലോഗ്രാമോട് ആഡ് ചെയ്താൽ എനിക്ക് വെലോസിറ്റി കിട്ടുമോ? അപ്പം വെലോസിറ്റി കിട്ടണമെങ്കിൽ ആഡ് ചെയ്ത രണ്ട് ടേംസും എന്ത് തന്നെ ആയിരിക്കണം? വെലോസിറ്റി തന്നെ ആയിരിക്കണം. ഓക്കെ, ക്ലിയർ? ദാറ്റ് മീൻസ് എ ടി എന്ന് പറയുമ്പോൾ വി ഹാവ് ടു റൈറ്റ് ഡയമെൻഷൻ ഓഫ് എ ടി. ഡയമെൻഷൻ ഓഫ് എ ടി നമുക്ക് എന്ത് പറയാം? ഡയമെൻഷൻ ഓഫ് എ ടി എന്ന് പറയുന്നത് വി വിൽ റൈറ്റ് ഡയമെൻഷൻ ഓഫ് എ ടി. എ ടിയുടെ ഡയമെൻഷൻ ഓഫ് എ ടി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ്, ആരുടെ ഡയമെൻഷൻ തന്നെയാണ്? വെലോസിറ്റി. ശരിയല്ലേ? എ ടിയുടെ ഡയമെൻഷൻ ആരുടെ ഡയമെൻഷൻ തന്നെ ആയിരിക്കും? വെലോസിറ്റിയുടെ ഡയമെൻഷൻ തന്നെ ആയിരിക്കും. Therefore we will write a into, a അറിയില്ല, a into dimension of time is capital T is equal to, what is the dimension of velocity? We know it is L t raised to minus 1. L t raised to minus 1. Okay, so a is equal to L t raised to minus 1 by t. Correct ayo? Therefore we can write the dimension of a as L t raised to minus 1. Denominator lolla t moli varumbol once more minus 1, minus 1 minus 1 kuda cherumbol L t raised to minus 2. Clear? So what is the dimension of a? A യുടെ dimension എന്ത് കിട്ടി? L t raised to minus 2. എങ്ങനെ കിട്ടി? By taking the principle of homogeneity, നമ്മൾ വെലോസിറ്റി കിട്ടാൻ വേണ്ടി രണ്ട് ടേംസ് തമ്മിൽ ആഡ് ചെയ്ത് വെച്ചേക്കുക. എങ്കിൽ surely that terms are also some velocity. എങ്കിൽ മാത്രമേ അവർ രണ്ടും കൂടെ ആഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടുള്ളൂ? വെലോസിറ്റി കിട്ടുള്ളൂ. ശരിയല്ലേ? സിമിലർലി we are going to bt square. അടുത്ത ടേം ആണ് bt square. അപ്പം നമുക്ക് നെക്സ്റ്റ് ടേം നോക്കാം. What is bt square? So bt square നമ്മൾ എന്ത് ചെയ്തേക്കുവാണ്? We are added with at to get velocity. അപ്പോൾ surely we will write the dimension of, നമുക്ക് എന്ത് എഴുതാൻ പറ്റും? The dimension of bt square is equal to the dimension of, എന്തിന് equivalent ആണ്? The dimension of velocity. എന്തിന് equivalent ആ? The dimension of the velocity. ശരിയല്ലേ? That is b into
t square is equal to, what about the dimension of velocity? The dimension of velocity is L t raised to minus 1. Okay, therefore B is equal to L t raised to minus 1 by t square. Okay, t square denominator. Now it becomes L t raised to minus 1. Denominator t square merli vannapol t raised to minus 2 and minus 1 becomes minus 3. So what is the dimension of B? B becomes LT raised to minus 3. Clear? So now we can write A has a dimension of LT raised to minus 2. Appan correct edumbol M0 L1 T raised to minus 2. And B has a dimension of M0 L1 T raised to minus 3. Correct. So A and B are two constants. നമുക്ക് തന്ന രണ്ട് constants ആയിരുന്നു A യും B യും. A യുടെയും B യുടെയും dimension കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് യൂസ് ചെയ്തു? The principle of homogeneity. And the principle of homogeneity states that only similar physical quantities can be added or subtracted. Clear ആയോ? അപ്പം principle of homogeneity വെച്ച് നമുക്ക് certain constants in the dimensions കണ്ടുപിടിക്കാം. Clear? Okay. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കട്ടെ. Yes, all of us know what is this. Now we are going to the next question. നമുക്ക് ഒന്നുകൂടി ഇത് പ്രാക്ടീസ് ചെയ്യാം. Find the dimensions of A, B, C and D. 4 വേരിയബിൾസ് തന്നു, അല്ലെങ്കിൽ 4 കോൺസ്റ്റൻസ്, നമുക്ക് അറിഞ്ഞുകൂടാത്ത 4 ടേംസ് തന്നു. ഏതൊക്കെയാ? A, B, C and D. They are certain constants, not variables. They are constants in the given equation. Then if the equation is S is equal to AT plus BT square plus CT raised to 4 by T plus D, then find the dimensions of A, B, C and D. Question clear ആണോ? In the given equation, S is equal to AT plus BT square plus CT raised to 4 by T plus D. ഈ ഇക്വേഷനകത്ത് എ വേണം, ബി വേണം, സി വേണം, ഡി വേണം. 4 കോൺസ്റ്റൻസിന്റെ ഡയമെൻഷൻസ് നമുക്ക് കണ്ടുപിടിക്കണം. ശരിയല്ലേ? അപ്പൊ ആൾക്കാരെ പരിചയപ്പെടുത്തണം. വാട്ട് ഈസ് എസ്? എസ് ഇസ് ദ ഡിസ്പ്ലേസ്മെന്റ്. അവർ തന്നിട്ടുണ്ട്. എസ് ഇസ് ദ ഡിസ്പ്ലേസ്മെന്റ്. ആൾക്കാരാരാന്ന് അവർ പറയേണ്ടേ, അല്ല നമ്മളിങ്ങനെ കണ്ടുപിടിക്കാം. ആൻഡ് ഈച്ച് ടി ഇസ് ദ ടൈം. ഓരോ ടിയും എന്ത് തന്നെയാണ്? ടൈമാണ്. ക്ലിയർ? എസ് ഇസ് ദ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ടി ഇസ് ദ ടൈം. ഓക്കെ. So we want the dimensions of A, B, C and D. How to take? പാടുവല്ലോണ്ടോ? 3 ടേംസ് നമ്മൾ ആഡ് ചെയ്ത് വെച്ചേക്കുക. ശരിയല്ലേ? AT plus BT square plus CT raised to 4 by T plus D. അതൊറ്റ ടേമാ. ഇത് ഇത്രയും ഒറ്റ ടേമാ. ശരിയല്ലേ? CT raised to 4 by T plus D. എങ്കിൽ surely പറഞ്ഞോളൂ, surely S ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ AT യും ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും, BT സ്ക്വയറും ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും, CT raised to 4 by T plus D യും ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. ക്ലിയർ? എസ് ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്തേക്കുന്ന ഓരോ ടേമും എന്ത് തന്നെ ആയിരിക്കും? ഡിസ്പ്ലേ. 2 മീറ്റർ പ്ലസ് 3 മീറ്റർ പ്ലസ് 4 മീറ്റർ പ്ലസ് 5 മീറ്റർ ഇസ് ഈക്വൽ ടു ഒരു ഡിസ്പ്ലേസ്മെന്റ്. ശരിയല്ലേ? ഓക്കെ, ക്ലിയർ ആണല്ലോ? എങ്കിൽ വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് AT? ATയുടെ ഡയമെൻഷൻ ഹിയർ വി ക്യാൻ റൈറ്റ് ദ ഡയമെൻഷൻ ഓഫ് ATയുടെ ഡയമെൻഷൻ എപ്പോഴും എന്തിന് ഇക്വലന്റ് ആയിരിക്കും? ഡയമെൻഷൻ ഓഫ്, ടെൽ മീ. യെസ്, AT ഒരു ഡിസ്പ്ലേസ്മെന്റ് ആയതുകൊണ്ടാണ് ബാക്കിയുള്ള ഡിസ്പ്ലേസ്മെന്റ്സ് തമ്മിൽ കൂട്ടിയപ്പോൾ എനിക്ക് എന്ത് കിട്ടിയത്? പുതിയൊരു ഡിസ്പ്ലേസ്മെന്റ് കിട്ടിയത്. അപ്പോൾ ഷുവർലി AT is a displacement. Clear? What is the dimension of AT? A into T എന്ന് എഴുതാം. ശരിയല്ലേ? Equal to what is the dimension of displacement? Yes, it is the length L. So what is A? L by T, which is equal to LT raised to minus 1. We will write A as A the dimension 3T, LT raised to minus 1. Correct? Okay, doubt undo? Now we are going to take
we are going to take the dimension of the second term. We are going to take the dimension of the second term. Second term ഏതായിരുന്നു? The second term is bt square. The second term is bt square. Okay. So, what is again principle of homogeneity? The dimension of bt square is equal to the dimension of displacement s. ശരിയാണല്ലോ? Okay. So, b into t square is equal to the displacement dimension L. ശരിയാണേ? b is equal to L by t square. Okay. Or we can write L t raised to minus 2. Okay. So, we got the dimension of b L t raised to minus 2. b യും കിട്ടി. Clear? Okay. Now, we want the next term. Which is the third term? നമ്മൾ ആഡ് ചെയ്തേക്കുന്ന മൂന്നാമത്തെ ടേം ഏതാ? ct raised to 4 by t plus d. Which is the third term? ct raised to 4 by t plus d. Okay. So, നമുക്കിനി മൂന്നാമത്തെ ടേമിലോട്ട് പോകണം. പക്ഷെ ആ മൂന്നാമത്തെ ടേമിൽ ഒരു ന്യൂമറേറ്ററുമുണ്ട്, ഒരു ഡിനോമിനേറ്ററുമുണ്ട്. ശരിയല്ലേ? ഒരു ന്യൂമറേറ്ററുമുണ്ട്, ഒരു ഡിനോമിനേറ്ററുമുണ്ട്. Okay. That means in the denominator we had taken t plus 4. Denominatoril നമ്മൾ ആരെ എടുത്തേക്കുന്നത്? t plus 4. t plus 4 not, sorry, d. t plus d. Sorry, mistake. t plus d. What is the denominator in the third term? Third term denominator is t plus d. ടൈമിൻ്റെ കൂടെ ഞാൻ ഡി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ലിസൺ, 5 സെക്കൻഡ്സിൻ്റെ കൂടെ ഞാൻ ഡി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷുവർലി ഡി വിൽ ബി എ ടൈം. 5 സെക്കൻഡിൻ്റെ കൂടെ എനിക്ക് 1 സെക്കൻഡ് ആഡ് ചെയ്യാം, 3 സെക്കൻഡ് ആഡ് ചെയ്യാം, 4 സെക്കൻഡ് ആഡ് ചെയ്യാം, എനി ടൈം ആഡ് ചെയ്യാം. ശരിയല്ലേ? 5 സെക്കൻഡിൻ്റെ കൂടെ എനിക്ക് ഡിസ്പ്ലേസ്മെന്റ് ആഡ് ചെയ്യാൻ പറ്റുമോ? 5 സെക്കൻഡ് പ്ലസ് 2 മീറ്റർ പോസിബിൾ ആണോ? അപ്പം ടിയുടെ കൂടെ ഡി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷുവർലി ഈ ഡി ആര് തന്നെ? ടി തന്നെ. ടൈമിൻ്റെ കൂടെ ഡി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷുവർലി ഡി ആര് തന്നെ? ടൈം തന്നെ. ക്ലിയർ? ദാറ്റ് മീൻസ് ഡിനോമിനേറ്ററിൽ മൊത്തത്തിൽ ടൈമാണ്. Time plus time, another time. So, third term c t raised to 4 by t plus d is a time itself. Clear? It is a time itself. c t raised to 4 by t plus d. It is surely a time. So, we can write the dimension of c t raised to 4 by t is equal to dimension of displacement s. Okay, clear? Now, taking the dimension c t raised to 4 by t becomes c t raised to 3 is equal to s. S dimension L. Okay, or c is equal to L by t cube, which is equal to L t raised to minus 3. Clear? C t raised to 4 by time. C t raised to 3 is equal to the displacement dimension L. Therefore, C is equal to L by t cube. L t raised to minus 3. So, what is the dimension of C? The next term L t raised to minus 3. Okay. That is, now we know the dimensions of the constants A, B, C and D. Okay, once more we are going to write the dimensions of constants A, B and C and D in the equation, in our equation. Okay, A is equal to dimension of A. Tell me, M0, L1, T raised to minus 1. Correct? Clear? Clear aanallo ellarkum? B is equal to M0, L1, T raised to minus 2. അതും ക്ലിയർ ആണല്ലോ. C is equal to M0 L1 T raised to minus 3.
അതും ക്ലിയർ ആണല്ലോ. d is equal to time തന്നെ. So t itself. m0 ഉണ്ടോ? So we will write m0, we will write m0, L0, t1. Okay, so what is the dimension in full expression? m0, L0, t1. ക്ലിയർ ആണോ? അപ്പോൾ എത്ര ട്വിസ്റ്റഡ് ആയിട്ടൊരു ഇക്വേഷൻ തന്നാലും അതിനകത്ത് കിടക്കുന്ന കോൺസ്റ്റൻസിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് ഏത് പ്രിൻസിപ്പിൾ യൂസ് ചെയ്യാം? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജെനിറ്റി ഓഫ് ഡയമെൻഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ ഹൗ ടു ടേക്ക് ദിസ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജെനിറ്റി ഓഫ് ഡയമെൻഷൻ? ക്ലിയർ. നൗ വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ്. ചെയ്യാം, നമുക്ക് ഒരുപാട് പഠിക്കാം, നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് വർക്കൗട്ട് ചെയ്യാം. വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ് എക്സാമ്പിൾ? ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ്. ചെയ്യാം, റെഡി ആണല്ലോ എല്ലാവരും? ഫൈൻഡ് ദ ഡയമെൻഷൻസ് ഓഫ് എ ആൻഡ് ബി. അഗെയിൻ എ ആൻഡ് ബി, ടു കോൺസ്റ്റൻസ് ഇൻ ആൻ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, നോക്കാം നമുക്ക്. പി പ്ലസ് എ ബൈ വി സ്ക്വയർ, P plus A by V square into V minus B is equal to RT. Oh, the equation is called as the real gas equation. Equation oru perokke undu keto, that we will discuss later. Nammal aa chapter topic padikkumbol nammal adu padikkum. Very important equation, van der Waals equation ennakka nammal parayum. Okay, whatever may be ഒരു ഇക്വേഷൻ, കുറേ ടേംസ് ചേർത്ത് ഒരു ഇക്വേഷൻ കിട്ടി, ശരിയല്ലേ? പ്രഷർ പി, പ്രഷർ. വാട്ട് ഇസ് പി? പി ഈസ് പ്രഷർ. ഓരോരുത്തരെയും പരിചയപ്പെടാൻ നമുക്ക്. ദാറ്റ് വിൽ ബി ഗിവൺ, അവർ തരും നമുക്ക്. ഓക്കെ, സോ പി ഈസ് പ്രഷർ. വാട്ട് ഈസ് വി? വി ഈസ് വോളിയം. വി ആരാ? വോളിയം. ഓക്കെ, അപ്പുറത്തെ വിയും വി മൈനസ് ബിയിലെ വിയും വോളിയം ഇറ്റ് സെൽഫ്. And R is universal gas constant. R is a constant called as the universal gas constant. And T is temperature. T ara temperature. Okay. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് ഇക്വേഷനകത്ത്. പ്രഷർ ഉണ്ട്, വോളിയം ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ഉണ്ട്. ഓക്കെ, ഇവരെല്ലാവരും കൂടെ മിക്സപ്പ് ചെയ്ത നമ്മുടെ ഇക്വേഷനകത്തെ രണ്ട് കോൺസ്റ്റൻസ് എ ആൻഡ് ബി, അവരുടെ ഡയമെൻഷൻസ് നമുക്ക് കണ്ടുപിടിക്കണം, ശരിയല്ലേ? ഓക്കെ, നമ്മൾ എന്ത് യൂസ് ചെയ്യാൻ പോവാ? ഇറ്റ് ഈസ് വെരി ഈസി ടു യൂസ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജെനിറ്റി. അതർവൈസ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജെനിറ്റി ഇല്ലെങ്കിൽ ഓരോരുത്തരുടെയും ഡയമെൻഷനൊക്കെ എടുത്ത് വെച്ച് ആർ എടുക്കണം, ടി എടുക്കണം, ഓരോന്നെടുക്കണം. ഇറ്റ് ഈസ് വെരി കൺഫ്യൂസിങ്. ഓക്കെ, മോറോവർ ഇവിടെയൊക്കെ ഡയമെൻഷൻ നമ്മൾ അറിയണം, എല്ലാവരുടെ ഡയമെൻഷൻ അറിയണം. ഓക്കെ, ദ ബെസ്റ്റ് വേ ഈസ് ടു ടേക്ക് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജെനിറ്റി. നമുക്ക് ആദ്യമേ എയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കാം. ലിസൺ, നമ്മൾ പ്രഷറിൻ്റെ കൂടെ, ലിസൺ, പ്രഷർ എന്ന് പറയുന്ന പിയുടെ കൂടെ എ ബൈ വി സ്ക്വയർ ആഡ് ചെയ്ത് വെച്ചേക്കുക, ശരിയല്ലേ? പ്രഷറിൻ്റെ കൂടെ എ ബൈ വി സ്ക്വയർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ surely we can say the dimension of pressure is equal to the dimension of A by V square. എന്താ നമ്മൾ പറയാൻ പോകുന്നത്? The dimension of pressure is equal to dimension of pressure എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റിയുടെ കൂടെ എനിക്ക് ആരെ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ? മറ്റൊരു പ്രഷറെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. 5 പാസ്കൽ. യൂണിറ്റ് ഓഫ് പ്രഷർ ഇസ് പാസ്കൽ. 5 പാസ്കൽ പ്ലസ് 2 പാസ്കൽ, 2 കിലോഗ്രാം. പോസിബിൾ ആണോ? അല്ല. അപ്പം പ്രഷറിൻ്റെ കൂടെ എ ബൈ വി സ്ക്വയർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എ ബൈ വി സ്ക്വയറും എന്ത് തന്നെയാണ്? പ്രഷർ തന്നെയാണ്. ഓക്കെ, സോ വൺസ് മോർ വി വിൽ റൈറ്റ്. അപ്പം നമ്മൾ എന്താ പറയാൻ പോകുന്നത്? പ്രഷറിൻ്റെ കൂടെ നമ്മൾ എ ബൈ വി സ്ക്വയർ ആഡ് ചെയ്തിട്ടുണ്ട്, ശരിയല്ലേ? സോ വി ആർ ഗോയിങ് ടു റൈറ്റ് ദ ഡയമെൻഷൻ ഓഫ് A by V square is equal to the dimension of pressure. ശരിയല്ലേ? ശരിയല്ലേ? ഞാൻ പ്രഷറിൻ്റെ കൂടെ എ ബൈ വി സ്ക്വയർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എ ബൈ വി സ്ക്വയറും ഒരു പ്രഷർ തന്നെയാണ്. സോ എ ബൈ വോളിയം സ്ക്വയർ ഇസ് ഈക്വൽ ടു പി. നൗ ഡയമെൻഷൻ എടുക്കുമ്പോൾ ഓർ എ ഇസ് ഈക്വൽ ടു പി ഇൻറ്റു V square. What is the dimension of pressure? Pressure was force by area. Mass into acceleration by area.
Do you remember? Mass into acceleration mlt raised to minus 2 by area L square. Oro L cancel ചെയ്യുമ്പോൾ പ്രഷറിന്റെ dimension becomes m L raised to minus 1 T raised to minus 2. ശരിയല്ലേ? So now we will write the dimension as m L raised to minus 1 T raised to minus 2. The dimension of pressure is obtained. Now, അതിൻ്റെ കൂടെ ആരെ എടുക്കണം? വോളിയം. What is the dimension of volume? വോളിയത്തിൻ്റെ dimension എത്രയായിരുന്നു? L cube. അപ്പോൾ വോളിയം സ്ക്വയർ എടുക്കുമ്പോഴോ L cube into L cube, L raised to 6. So we will write L raised to 6, not 3, L raised to 6. So what is the total dimension of a m raised to 1? L raised to minus 1, L raised to 6 becomes L raised to, so we are going to write dimension of A as m raised to 1, clear? L raised to minus 1 um L raised to 6 ഓടെ വരുമ്പോഴത്തേക്കും L raised to 5, T raised to minus 2. So what is the dimension of A? A യുടെ dimension എത്ര കിട്ടി? m raised to 1, L raised to 5, T raised to minus 2. Clear? എങ്ങനെയാ ചെയ്തതെന്ന് മനസ്സിലായല്ലോ? ഞാൻ പ്രഷറിൻ്റെ കൂടെ a by v സ്ക്വയർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷുവർ a by v സ്ക്വയർ ആര് തന്നെ? ഒരു പ്രഷർ തന്നെ. ശരിയല്ലേ? a by v സ്ക്വയർ ആര് തന്നെ? ഒരു പ്രഷർ തന്നെ. Okay, so a by v square in the dimension, pressure in the dimension. A is equal to PV square in the dimension. Pressure is ml raised to minus 1, T raised to minus 2. And L cube is, that is v square. We have to take L cube into L cube, L raised to 6. എല്ലാം കൂടെ സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? m raised to 1, L raised to 5, T raised to minus 2. Okay, clear? A കിട്ടി. What about B? അടുത്ത ടേം നോക്കിയേ. ദ വോളിയം വി മൈനസ് ബി. വോളിയത്തിൽ നിന്ന് ഞാൻ ബി കുറച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എനിക്ക് കിട്ടിയത് എന്ത് തന്നെയാണ്? യെസ്, ഇറ്റ് ഈസ് വോളിയം. 5 ലിറ്ററിൽ നിന്ന് 2 ലിറ്റർ കുറയ്ക്കാം. 5 ലിറ്ററിൽ നിന്ന് 2 പാസ്കൽ കുറയ്ക്കാൻ പറ്റുമോ? 5 ലിറ്ററിൽ നിന്ന് 2 കെൽവിൻ കുറയ്ക്കാൻ പറ്റുമോ? 5 ലിറ്ററിൽ നിന്ന് 2 സെക്കൻഡ്സ് കുറയ്ക്കാൻ പറ്റുമോ? നോ നോ നോ. 5 ലിറ്ററിൽ നിന്ന് എനിക്ക് 2 ലിറ്ററേ കുറയ്ക്കാൻ പറ്റുള്ളൂ, മറ്റൊരു വോളിയമേ കുറയ്ക്കാൻ പറ്റുള്ളൂ. സോ ഷുവർലി ബി ഈസ് ഓൾസോ എ വോളിയം. സോ വാട്ട് വിൽ ബി ദ ഡയമെൻഷൻ ഓഫ് ബി? ബിയുടെ ഡയമെൻഷൻ എൽ ക്യൂബ്. വാട്ട് വിൽ ബി ദ ഡയമെൻഷൻ ഓഫ് ബി? ബിയുടെ ഡയമെൻഷൻ എന്ത് തന്നെയാണ്? എൽ ക്യൂബ്. ഓക്കെ, ക്ലിയർ? വോളിയത്തിൽ നിന്ന് ഞാൻ ബി കുറച്ചു, അപ്പോൾ ബി ഒരു വോളിയം തന്നെ. വോളിയത്തിൻ്റെ ഡയമെൻഷൻ എന്താണ്? എൽ ക്യൂബ്. m0 L cube T0. Clear? So now we got the dimension of A and B here. നമുക്ക് എന്ത് കിട്ടി? എയുടെയും ബിയുടെയും ഡയമെൻഷൻ കിട്ടി. ശരിയല്ലേ? സോ നമുക്ക് ആ ഡയമെൻഷൻ ഒന്ന് സ്പെസിഫൈ ചെയ്യാം. വെരി ഇമ്പോർട്ടൻറ്റ്. വണ്ടർ വാൾസ് കോൺസ്റ്റന്റ് എന്നൊക്കെ ഇവരെ പറയുക. ഓക്കെ, കോൺസ്റ്റൻസ് ആരാന്നൊക്കെ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. തൽക്കാലം കോൺസ്റ്റൻസിന്റെ ഡയമെൻഷൻസ് നമുക്ക് എടുക്കാം. We are going to take the dimension of A as A യുടെ dimension എത്ര കിട്ടി? m raised to 1, very important, L raised to 5, T raised to minus 2, dimension of A. Okay, and that of B is equal to m raised to 0, L raised to 3, volume, then T raised to 0. Clear? So the dimension of A and B in real gas equation or van der Waals equation in the given equation is this much. Is it clear? Clear alle? Okay, very good. So namakku principle of homogeneity engane use cheyamennu manasilayi kazhinju. Okay, ennal orennodu cheyidu nokkam. The same thing. Find the dimension of A, omega and K. 3 letters തന്നിട്ടുണ്ട്. A, omega, K. In the equation y equal to A sin omega t plus kx. A sin omega t plus kx. Okay. ആ ഇക്വേഷനകത്തെ എക്കും ഒമേഗ കെ 3 ടേംസിൻ്റെ ഡയമെൻഷൻസ് നമുക്ക് കണ്ടുപിടിക്കണം. The same thing, നമ്മൾ എന്ത് തന്നെ യൂസ് ചെയ്യാൻ പോകുന്നത്? Principle of homogeneity states that only similar physical quantities may be added or subtracted. ശരിയല്ലേ? അത് തന്നെ നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്യുക.
എങ്കിൽ സൂക്ഷിച്ചു നോക്കാം ആരൊക്കെയാ. In the equation it is given that y is the displacement. Y ആരാണ്? Displacement. ഇതൊരു വേവിൻ്റെ ഇക്വേഷൻ ആണ്. ഓക്കെ, for a wave y is the displacement of the wave. A is the amplitude. A എന്താണ്? ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുക. അതിനെ പരിചയപ്പെടുത്തുന്നു. ഒമേഗ angular velocity. Omega is angular velocity. Okay, omega is angular velocity. So it is angular velocity. Okay, and K is called as the propagation constant. പേരൊക്കെ പരിചയപ്പെടുത്തുന്നേ എന്നുള്ളൂ. Okay, propagation constant. K is propagation constant. And T is the time. T time ആണ്. X is displacement. X is also a displacement. ഇതെല്ലാം അവർ തരും, എന്നാലേ നമുക്ക് ഇക്വേഷൻ മനസ്സിലാവുള്ളൂ. ഓക്കെ, ഈ ആൾക്കാരെയൊക്കെ പരിചയപ്പെടുത്തണം. ആൾക്കാരെയൊക്കെ പരിചയപ്പെടുത്തിയാലേ നമുക്ക് അങ്ങോട്ട് ഡയമെൻഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. ശരിയല്ലേ? സോ ഇക്വേഷൻ ഓഫ് എ വേവ് എന്ന് പറഞ്ഞാണ് അവർ ഇത് തന്നേക്കുന്നത്. ഇൻ ദ ക്വസ്റ്റ്യൻ ദാറ്റ് വിൽ ബി ഗിവൺ ഇൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം തരും. Y displacement is equal to A. A is amplitude. What is amplitude? The maximum displacement. Amplitude is maximum displacement. Okay, adum parnannekam. So amplitude is maximum displacement. Sine, cos, tan adakka namukku ariyam. Shariyalla, trigonometry ile sine cos tan vekka. Omega angular velocity, T time, K propagation constant, and X is another displacement. മറ്റൊരു displacement. Okay, അങ്ങനാണെങ്കിൽ എനിക്ക് ഈ ഇക്വേഷനിൽ നിന്നും എയുടെ ഒമേഗയുടെയും കെയുടെയും ഡയമെൻഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, ലെറ്റ് us try. നമുക്ക് നോക്കാം how to take. So ഇക്വേഷനകത്ത് സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് കെ എക്സ് എന്നല്ലേ തന്നേക്കുന്നത്. ഇതേ ഇങ്ങനല്ലേ തന്നേക്കുന്നത്. നോർമലി നമ്മൾ സൈൻ ഓഫ് എന്താണ് പഠിക്കാറുള്ളത്? സൈൻ ഓഫ് ആൻ ആംഗിൾ. നമ്മൾ എങ്ങനെ പഠിക്കാറുള്ളൂ? സൈൻ ഓഫ് ആൻ ആംഗിൾ തീറ്റ എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ ഇക്വേഷനകത്തെ ഒമേഗ ടി പ്ലസ് കെ എക്സ് ആരായിരിക്കും? ആംഗിൾ ആയിരിക്കും. ഷുവർ, എന്നാലല്ലേ നമുക്ക് സൈൻ ഓഫ് ആൻ ആംഗിൾ. സൈൻ 30 ഡിഗ്രി നമുക്കറിയാം, സൈൻ 60 ഡിഗ്രി നമുക്കറിയാം, സൈൻ 45 ഡിഗ്രി അതും നമുക്കറിയാം. അപ്പോൾ ഉറപ്പായിട്ടും സൈൻ ഓഫ് ആൻ ആംഗിൾ അല്ലേ തരുള്ളൂ. പറഞ്ഞതിൻ്റെ അർത്ഥം ഒമേഗ ടി പ്ലസ് കെ എക്സ് എന്ന് പറയുന്നത് ഒരു ആംഗിളാണ്. എന്താണ്? ഒരു ആംഗിളാണ്. ശരിയല്ലേ? ശരിയല്ലേ? അപ്പോൾ ഒമേഗ ടിയും ഒരു ആംഗിളാണ്. രണ്ട് ആംഗിൾസ് തമ്മിൽ കൂട്ടിയാലേ എനിക്കൊരു ആംഗിൾ കിട്ടുള്ളൂ. 30 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി 90 ഡിഗ്രി, 45 ഡിഗ്രി പ്ലസ് 45 ഡിഗ്രി 90 ഡിഗ്രി, 20 ഡിഗ്രി പ്ലസ് 50 ഡിഗ്രി 70 ഡിഗ്രി. അപ്പോൾ ഉറപ്പായിട്ടും ആഡ് ചെയ്തേക്കുന്ന ഒമേഗ ടിയും കെ എക്സും എന്ത് തന്നെയാണ്? ഓരോ ആംഗിളാണ്. അപ്പോൾ ഒമേഗ ടിയും ഒരു ആംഗിളാണ്, കെ എക്സും ഒരു ആംഗിളാണ്. ശരിയല്ലേ? ക്ലിയർ ആണോ? ആൻഡ് വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് ആംഗിൾ? ആംഗിൾ നമ്മൾ എങ്ങനെയാ പഠിച്ചേ? ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്, എൽ ബൈ എൽ, നോ ഡയമെൻഷൻ. അല്ലെങ്കിൽ തന്നെ സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസ് ആയിട്ട് ആംഗിൾ പഠിച്ചപ്പോഴേ നമ്മൾ പഠിച്ചു സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റി ആയിട്ടുള്ള പ്ലെയിൻ ആംഗിൾ ഇസ് എ യൂണിറ്റ് ഹാവിങ് യൂണിറ്റ് റേഡിയൻ ആൻഡ് നോ ഡയമെൻഷൻ. അപ്പോൾ ആംഗിളിന് ഡയമെൻഷൻ ഉണ്ടോ? സോ വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് ആംഗിൾ? ആംഗിളിൻ്റെ ഡയമെൻഷൻ m0, L0, T0 ആണ്. Okay, therefore omega is equal to m0, L0, T0 by T. What will be the dimension? T raised to minus 1. താഴെ കിടക്കുന്ന T മുകളിൽ വരുമ്പോൾ T raised to minus 1. Similarly, K into L, X displacement L is equal to m0, L0, T0, or K is equal to 1 by L, L raised to minus 1. That is, now we will write omega. What is the dimension of omega? Omega is equal to m0, L0, T raised to minus 1. Okay, kando simple avuna kando calculations, dimensions. K the dimension m0, there is L raised to minus 1, but there is no T raised to 0. Appa രണ്ടെണ്ണം കിട്ടി. And what about the amplitude? Sine of angle is a number. Sine omega t plus kx, അതായത് sine of an angle. Sine of an angle is always a number. അപ്പോൾ ഇത് മൊത്തത്തിൽ നമ്പറാണ്.
അപ്പോൾ a into a number എന്ന് വെച്ചാൽ അത് തന്നെ, that is a itself. y is equal to a itself എന്ന് കിട്ടും. ഒരു number into a, അപ്പോൾ physical quantity അത് തന്നെയല്ലേ. 5 meter into 2, 10 meter. 5 meter into 2, 10 meter. 5 seconds into 5, 25 seconds. ശരിയല്ലേ? അപ്പം a into a number is the amplitude itself. That is displacement itself. So what is the dimension of amplitude A? Clear ആണോ? Sine of angle number ആണ്. അപ്പം പിന്നെ y is equal to a എന്ന് എഴുതാം. How to write? Y is equal to a. അപ്പം dimension of y is equal to dimension of a. That is m0 length ആണ്. L raised to 1, t raised to 0. Clear ആയോ? So what is the dimension of omega, k and amplitude A? Amplitude is m0, L1, T0. Omega is m0, L raised to -1, T0. And k is m0, L raised to -1, T0. And what is omega? m0, L0, T raised to -1. Clear? So we will get the dimension of each and every quantity by using our principle of homogeneity. ഇവിടെയും നമ്മൾ എന്താ ചെയ്തത്? ഒമേഗ ടിയുടെ കൂടെ kx കൂട്ടി. അപ്പോൾ ഒമേഗ ടി ആരാണോ അത് തന്നെ ആയിരിക്കും kx എന്ന് പറയുന്ന ക്വാണ്ടിറ്റി. ഇനി രണ്ടും കിടക്കുന്ന സൈനിനകത്താ എന്ന് വെച്ചാൽ രണ്ടും ആംഗിളാണ്. ആംഗിളിന് ഡയമെൻഷൻ ഇല്ല. അപ്പോൾ പിന്നെ ബാക്കിയുള്ളവരെ എടുത്താൽ മതി. kxന്റെ ഡയമെൻഷൻ m0, L0, T0. അപ്പോൾ kയുടെ ഡയമെൻഷൻ m0, L0, T0 by x ആണ്. x ലെങ്താ. ലെങ്ത് മോളി വരുമ്പോൾ L raised to -1. Okay, omega t dimension angle alle m0, L0, T0. അപ്പോൾ ഒമേഗയുടെ ഡയമെൻഷൻ m0, L0, T0 by t. t മോളി വരുമ്പോൾ t raised to -1. ഓക്കെ, ഇനി ഇതെല്ലാം കിടന്നത് സൈനിന്റെ ബ്രാക്കറ്റിനകത്താ. സൈൻ ഓഫ് ആൻ ആംഗിൾ ഈസ് ഓൾവേസ് എ നമ്പർ. Sine of an angle is always a number. അപ്പോൾ സൈൻ ഓഫ് ദാറ്റ് വാല്യൂ ഒമേഗ ടി പ്ലസ് കെ എക്സ് ഒരു നമ്പറായി മാറി. പിന്നെ ആരേ ഉള്ളൂ? y is equal to a. a into a number is also an amplitude, a itself. അപ്പം dimension of y is equal to dimension of a. Therefore we can write a is equal to L itself, m0, L1, T0. Clear? ചെയ്തു നോക്കുമല്ലോ. സിമ്പിൾ ആയിട്ട് നമുക്ക് ഡയമെൻഷൻസ് കിട്ടും ഓരോരോ കോൺസ്റ്റൻസിന്റെ, അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാത്ത ആൾക്കാരുടെ, by using the principle of homogeneity. Okay, clear? അപ്പോൾ അതും നമുക്ക് മനസ്സിലായി. Now we are going to the next one. The same thing. Find the dimension of a constant b in. Now the equation is v is equal to v0 e raised to, അവിടെ raised to എന്നാണ് കാണിച്ചേക്കുന്നത്. The equation is written as e raised to bt by 2m. The equation is given as v is equal to v0 e raised to bt by 2m, where v is the velocity. v ആരാണ്? അവർ തന്നിട്ടുണ്ട് velocity. v0 is also a velocity. t is time given. t എന്താണ്? time. And m is mass. m ആരാണ്? മാസ് ആണ്. ഓരോരുത്തരെയും പരിചയപ്പെടുത്തണം, എന്നാലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ശരി, whatever may be. The equation is v is equal to v0 e raised to bt by 2m. കറക്റ്റ് ഇക്വേഷനകത്ത് ഒരു മൈനസ് ഉണ്ട്, നമുക്ക് ഡയമെൻഷൻ അതൊന്നും പ്രത്യേകതയില്ല. സോ bt by 2m. ഓക്കെ, so what is given? e raised to bt by 2m, where e is called as exponential. ഈ എന്താണ്? ഇത്തിരി മാത്സ് ആണ്. ഫിസിക്സ് മാത്സ് ഇല്ലാതെ പോവില്ല. മാത്സിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഫിസിക്സ് മുന്നോട്ട് പോകുള്ളൂ. അപ്പം മാത്സിലെ പല കാര്യങ്ങളും കയറി ഫിസിക്സിനകത്ത് വരും. ഓക്കെ, പക്ഷെ നമ്മൾ പേടിക്കണ്ട, വി വിൽ ക്ലിയർ ഇറ്റ്. ഓക്കെ, സോ ഇ റൈസ് ടു ബി ടി ബൈ 2m-നകത്തെ ഈ ആരാ? എക്സ്പോണൻഷ്യൽ ഫോം ആണ്. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് എക്സ്പോണൻഷ്യൽ ഫോം? ഇ റൈസ് ടു ഒരു വാല്യൂ, ഒരു പവർ, ശരിയല്ലേ? ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ വേണ്ട, അവിടെ ഇരിക്കട്ടെ, നമുക്ക് എക്സ്പോണൻഷ്യൽ അറിയില്ല. നമുക്കൊരു 10 raised to, എനിക്ക് 10 raised to 2 എടുക്കാം, ശരിയല്ലേ? 10 raised to 2. നമുക്ക് 10 raised to 3 എടുക്കാം, 10 raised to 5 എടുക്കാം, 10 raised to -2 എടുക്കാം, 10 raised to -3ഉം 10 raised to -5ഉം ഇതെല്ലാം എടുക്കാം, ശരിയല്ലേ? Suppose it is given 10 raised to 2 seconds. 10 raised to 2 seconds. അങ്ങനൊരു വാല്യൂ ഉണ്ടോ?
പവറായിട്ട്, ഒരു നമ്പറിൻ്റെ പവറായിട്ട് നമുക്കൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഒരിക്കലും കിട്ടില്ല. ഒരു നമ്പറിൻ്റെ പവറായിട്ട് ഒരിക്കലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി കിട്ടില്ല. ഒരു നമ്പറിൻ്റെ പവറായിട്ട് ഒരു നമ്പറേ കിട്ടും. എന്ത് മാത്രമേ കിട്ടുള്ളൂ? 10⁻², കറക്റ്റാണ്. 10⁻³ കറക്റ്റാണ്. 10⁻5 കറക്റ്റാണ്. -2 കറക്റ്റാണ്. -3 കറക്റ്റ് പവറാണ്. 10⁻⁻5 കറക്റ്റാണ്, ശരിയല്ലേ? ബട്ട് 10⁻² സെക്കൻഡ്, 10⁻5 ന്യൂട്ടൺ, അങ്ങനൊരു കാൽക്കുലേഷൻ ഇല്ല നമുക്ക് മാത്സിൽ. 10⁻² കിലോഗ്രാം, നെവർ. ഒരിക്കലും പവർ എന്താവില്ല? ഒരു ക്വാണ്ടിറ്റി ആവില്ല. പവറായിട്ട് വരുന്ന ടേം എപ്പോഴും എന്താണ്? നമ്പറാണ്. പവറായിട്ട് വരുന്ന ടേം എപ്പോഴും എന്തായിരിക്കും? നമ്പറായിരിക്കും. ക്ലിയർ? ഓക്കെ. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞത് നമുക്ക് പവറായിട്ട് ഈയുടെ പവറായിട്ട് BT/2m കിട്ടി. ഈയുടെ പവറായിട്ട് നമുക്ക് എന്ത് കിട്ടി? BT/2m, ശരിയല്ലേ? സോ വി ഗോട്ട് the power of E as E BT/2m. That means surely BT/2m is a number. Surely it is a number. It is not at all a physical quantity. ഒരിക്കലും പവറായിട്ട് വരുന്നത് എന്താവില്ല? ഫിസിക്കൽ ക്വാണ്ടിറ്റി ആവില്ല. ക്ലിയർ? ഓക്കെ. എന്ന് വെച്ചാൽ BT/2m, its dimension is equal to number. mass ഇല്ല, length ഇല്ല, time ഇല്ല. So what is the dimension of BT/2m? Clear? ഒരു ക്വാണ്ടിറ്റി ഒരിക്കലും പവർ ആവില്ല. എപ്പോഴും പവറായിട്ട് വരുന്നത് എപ്പോഴും എന്തായിരിക്കും? ഒരു നമ്പർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡയമെൻഷൻ m0, l0, t0. Now we want b. b is equal to m0, l0, t0 എല്ലാം 1 ആണ്. 1 × 2m/t എന്ന് കിട്ടും, ശരിയല്ലേ? 2 നമ്പറാ, നോ ഡയമെൻഷൻ. ദെൻ വാട്ട് ഇസ് ദ ഡയമെൻഷൻ? മാസിന് ക്യാപിറ്റൽ എമ്മും ടൈമിന് ക്യാപിറ്റൽ ടിയും. ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് ബി? m⁻1, l⁻0, t⁻−1. കണ്ടോ? എത്ര സിമ്പിളായിട്ട് നമുക്ക് ഡയമെൻഷൻ കിട്ടി. ബിയുടെ ഡയമെൻഷൻ എങ്ങനെ കിട്ടി? m⁻1, l ഇല്ല, l⁻0, t⁻−1. Okay, clear ആയോ? That is all of these represents the principle of homogeneity. ഇവിടെ എല്ലാം നമ്മൾ എന്താ യൂസ് ചെയ്തത്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ആ യൂസ് ചെയ്തത്, ശരിയല്ലേ? അപ്പം പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി എന്താ പറഞ്ഞു തരുന്നത്? ഓൺലി സെയിം ക്വാണ്ടിറ്റീസ്, സിമിലർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മേ ബി ആഡഡ് ഓർ സബ്ട്രാക്റ്റഡ്. എങ്ങനെയുള്ള ക്വാണ്ടിറ്റീസ് മാത്രം? അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങളുടെ പഠിക്കേണ്ടേ? ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ v is equal to v0 e⁻bt/2m എന്ന് പറയുന്ന ഇക്വേഷനകത്ത് how to take the equation of b, dimension of b. ഓക്കെ. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? പവർ ആയിട്ട് വന്നാൽ ഇറ്റ് വിൽ ബി എ നമ്പർ, അല്ലേ? നേരത്തെ നമ്മൾ എന്ത് കണ്ടു? സൈൻ ഓഫ് ആൻ ആംഗിൾ ആയിട്ട് വന്നാൽ ഇറ്റ് വിൽ ബി എ നമ്പർ. ഓക്കെ. അപ്പോൾ ഇങ്ങനെല്ലാം നമ്മളോട് ഡയമെൻഷൻ അനാലിസിസിനകത്ത് എന്ത് വരും? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി മിക്സ് ചെയ്ത് ക്വസ്റ്റ്യൻ വരും, ശരിയല്ലേ? അപ്പോൾ ഇപ്പം നമ്മൾ പഠിച്ച ബേസിക് ഇക്വേഷൻ എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഡൗട്ടൊന്നും ഇല്ലല്ലോ? സോ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി സ്റ്റേറ്റ്സ് ദാറ്റ് ഓൺലി സിമിലർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മേ ബി ആഡഡ് ഓർ സബ്ട്രാക്റ്റഡ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? 1 by 1 ഈച്ച് ആൻഡ് എവറി ടോപ്പിക് നമുക്ക് മനസ്സിലായല്ലോ. ഇൻ ദ ഫസ്റ്റ് കേസ് v is equal to at plus bt² എന്ന് പറയുമ്പോൾ at bt² കൂടെ ആഡ് ചെയ്തപ്പോൾ എനിക്ക് വെലോസിറ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ വെലോസിറ്റിയുടെ ഡയമെൻഷൻ തന്നെ ആയിരിക്കും at-യുടെയും bt²ൻ്റെയും. ക്ലിയർ? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി പറഞ്ഞതാ. അടുത്ത സ്റ്റെപ്പിൽ എസ് നമ്മളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. s is equal to at plus bt² plus ct⁴/t plus d, അല്ലേ? ടിയുടെ കൂടെ d ആഡ് ചെയ്തു എന്ന് വെച്ചാൽ d ടൈം തന്നെ. at എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് തന്നെ, bt² എന്ന് പറയുന്നതും ഡിസ്പ്ലേസ്മെന്റ് തന്നെ. മൂന്നാമത്തെ ടേം മൊത്തത്തിൽ ct⁴/t plus d എന്ന് പറയുന്നതും ഡിസ്പ്ലേസ്മെന്റ് തന്നെ, ശരിയല്ലേ? എത്ര സിമ്പിളായിട്ട് നമുക്ക് എല്ലാ വേരിയബിൾസിൻ്റെ ഡയമെൻഷൻസ് കണ്ടുപിടിക്കാൻ പറ്റി. ആൻഡ് ഇൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് മൊത്തം കിടക്കുക. p plus a/v² into v minus what was our equation? നമുക്കിത് ഇറേസ് ചെയ്യാം, അപ്പം എല്ലാം കാണാൻ പറ്റും, ശരിയല്ലേ? ഓക്കെ. p
P plus A by B square into V minus B is equal to RT. ഇത് അല്ലാതെ കണ്ടുപിടിക്കാൻ എയുടെയൊക്കെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ ഒത്തിരി പാടുപെടും. വളരെ സിമ്പിളായിട്ട് പ്രഷറിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു? A by B സ്ക്വയറിനെ ആഡ് ചെയ്തു. അപ്പോൾ ഉറപ്പായിട്ടും A by B സ്ക്വയർ ആര് തന്നെ? പ്രഷർ തന്നെ. ശരിയല്ലേ? Then take the dimension. വോളിയത്തിൻ്റെ കൂടെ നമ്മൾ ബി എന്ത് ചെയ്തു? ബി സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ ഉറപ്പായിട്ടും ബി എന്ത് തന്നെ? വോളിയം തന്നെ. ഷുവർ, ഇറ്റ് ഈസ് സിമ്പിൾ. ഓക്കെ, ദെൻ അടുത്തതിനകത്ത് നമ്മൾ എന്താ ചെയ്തത്? ഓ, നിറച്ചെഴുതി കിടക്കുന്നു, നമുക്ക് ഇറേസ് ചെയ്യാം. ഓക്കെ, സോ അടുത്തതിനകത്ത് നമ്മൾ എന്ത് ചെയ്തു? y is equal to a sin omega t plus kx. അപ്പോൾ ഒമേഗ ടിയുടെ കൂടെ ഞാൻ kx കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഒമേഗ ടി ആരാണോ അത് തന്നെയാണ് kx. ശരിയല്ലേ? ഇനി അവരുടെ വെളിയിൽ കിടക്കുന്നത് സൈനാ. സൈൻ ഓഫ് ആൻ ആംഗിൾ എന്നേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ശരിയല്ലേ? സൈൻ ഓഫ് പ്രഷർ, സൈൻ ഓഫ് വോളിയം, നെവർ നെവർ നെവർ. സൈൻ ഓഫ് ആൻ ആംഗിൾ. അപ്പം ഇതെന്ത് തന്നെ? ഒമേഗ ടി പ്ലസ് kx ഏതോ ആംഗിളാണ്. ഇപ്പം രണ്ട് ആംഗിൾസ് തമ്മിൽ ആഡ് ചെയ്തപ്പോൾ പുതിയൊരു ആംഗിൾ. ആംഗിളിൽ നിന്ന് നമ്മൾ എന്തെടുത്തു? ഒമേഗയുടെയും കെയുടെയും ഡയമെൻഷൻ എടുത്തു. ക്ലിയർ ആണല്ലോ? ആൻഡ് സൈൻ ഓഫ് ആംഗിൾ മൊത്തത്തിലെടുത്താൽ നമ്പറാണ്. അപ്പം പിന്നെ വൈക്ക് ഡയമെൻഷൻ ആരുടെ ഡയമെൻഷൻ ഇക്വലൻ്റാ? ആംപ്ലിറ്റ്യൂഡിൻ്റെ. ദാറ്റ് ഈസ് ആംപ്ലിറ്റ്യൂഡ് ആര് തന്നെ? വൈ ഡയമെൻഷൻ തന്നെയാണ്, എൽ തന്നെയാണ്, ലെങ്ത് തന്നെയാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് തന്നെയാണ്. സിമ്പിൾ. ക്ലിയർ അല്ലേ? ആൻഡ് വാട്ട് അബൌട്ട് ദ ലാസ്റ്റ് വൺ? വി ഈസ് ഈക്വൽ ടു V0 e റൈസ് ടു മൈനസ് BT ബൈ 2m. ഇക്വേഷനകത്തൊരു മൈനസ് ഉണ്ട്. നമ്മളിപ്പോൾ ഡയമെൻഷനകത്ത് ആ മൈനസും പ്ലസിനും ഒന്നും വാല്യൂ ഇല്ല, പിന്നീട് നമ്മൾ പഠിക്കും. സോ വി ഈസ് ഈക്വൽ ടു V0 e റൈസ് ടു മൈനസ് BT ബൈ 2m. അവിടെ e റൈസ് ടു സംതിങ്, റൈസ് ടു സംതിങ് വന്നാൽ അതിൻ്റെ അർത്ഥം ആ സംതിങ് ഒരു നമ്പറാണ്. പവറായിട്ട് ആരെങ്കിലും വന്നാൽ അതെന്തായിരിക്കും? നമ്പർ ആയിരിക്കും. അപ്പം BT ബൈ 2m, BT ബൈ 2m മൊത്തത്തിൽ നമ്പർ ആയതുകൊണ്ട് ഡയമെൻഷൻ M0, L0, T0 എടുത്തു. ശരിയല്ലേ? അവിടുന്ന് B എടുത്തു. 2m ബൈ T, m ബൈ ക്യാപിറ്റൽ T, m1 L0 T റൈസ് ടു മൈനസ് 1. കറക്റ്റ്. ഓക്കെ, സോ എല്ലാവർക്കും പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി എങ്ങനെ യൂസ് ചെയ്യാം, അത് ക്വസ്റ്റ്യൻസ് എങ്ങനെ വരും എന്ന് ക്ലിയർ ആയല്ലോ. ഓക്കെ, സോ നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി എന്താണെന്ന് ഇപ്പം ക്ലിയർ ആയി. ഓക്കെ, ഡൗട്ടൊന്നും ഇല്ലല്ലോ? സിമ്പിൾ അല്ലേ? നൗ നമ്മൾ ഡയമെൻഷൻസ് അല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനും നമ്മൾ ഡയമെൻഷൻസ് എഴുതി വയ്ക്കും. ശരിയല്ല അല്ലേ? ഡയമെൻഷൻസിൻ്റെ അവിടെയെല്ലാം നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി യൂസ് ചെയ്യും. സബ്ട്രാക്ഷനും അഡീഷനും നമ്മൾ സിമിലർ ക്വാണ്ടിറ്റീസേ ചെയ്യാവുന്നൊക്കെ പറഞ്ഞെല്ലാം പഠിച്ചു. ഇനി വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദിസ് ഡയമെൻഷൻ? നമ്മൾ എന്തിനാ ഇത്രയൊക്കെ പാടുപെട്ട് ഡയമെൻഷൻസ് പഠിക്കുന്നത്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദിസ് ഡയമെൻഷൻ അനാലിസിസ്? ഓക്കെ, അറിയണ്ടേ? ഒരുപാട് പർപ്പസ് ഉണ്ട്. ഡയമെൻഷൻസ് നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആണ് പല കാര്യങ്ങൾക്കും. മനസ്സിലായി? ദാറ്റ് ഈസ് വി ഹാവ് ടു ഡിസ്കസ് ദ യൂസസ് ഓഫ് ഡയമെൻഷൻസ്, ആപ്ലിക്കേഷൻസ് ഓഫ് ഡയമെൻഷൻസ്. ഡയമെൻഷൻ അനാലിസിസ് എന്തിനൊക്കെ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്, എന്തിനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, ഇതെല്ലാം നമുക്ക് നോക്കണം. ഓക്കെ, ഫസ്റ്റ് യൂസ് അല്ലെങ്കിൽ ഫസ്റ്റ് ആപ്ലിക്കേഷൻ തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി നമുക്ക് മനസ്സിലായി. നൗ വി ആർ ഗോയിങ് ടു ദി ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് ഡയമെൻഷൻ. ആദ്യത്തെ ആപ്ലിക്കേഷനിലോട്ട് നമുക്ക് നോക്കാം. ടു ചെക്ക്. എന്താണ് ദ ഫസ്റ്റ് ആപ്ലിക്കേഷൻ? നമ്മൾ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ആയിട്ട് പറയുന്നത് എന്താണ്? ടു ചെക്ക്. നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാം, നമ്മൾ നോക്കാൻ പോവാം. എന്താ? ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ ഇങ്ങോട്ട് തന്നു, അവർ നമുക്കൊരു ഇക്വേഷൻ തന്നു. ഈ ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ ചെക്ക് ചെയ്യണം, നമുക്കത് പഠിക്കണം. സോ നൗ വി ആർ ഗോയിങ് ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ by using dimension. Okay, so what is the first application or the first use of dimension? To check the correctness of an equation. To check the correctness of an equation. Teachers വന്ന് നമുക്ക് ഒരുപാട് ഇക്വേഷൻസ് ഒക്കെ പഠിപ്പിച്ചു തരും. ശരിയല്ലേ? ശരിയാണോ തെറ്റാണോ നമുക്കൊന്ന് ചെക്ക് ചെയ്യണമെങ്കിലോ ടീച്ചേഴ്സ് ശരിയാ പറഞ്ഞു തരുള്ളൂ. എങ്കിൽ പോലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഏത് ഇക്വേഷൻ തന്നോട്ടെ, we can check it by using dimensional analysis. Okay, so നമുക്കൊന്ന് വായിച്ചു നോക്കാം. How to check? For a correct equation, നമ്മൾ ഡയമെൻഷൻ അനാലിസിസ് വെച്ച് ഒരു ഇക്വേഷൻ ശരിയോ തെറ്റോ എന്ന് പറയുന്നത് എങ്ങനെയാണെന്നറിയാവോ? The dimensions of each term on LHS must be equal to the dimensions of each term in RHS. LHSലെ ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻ നമ്മൾ എടുക്കണം.
RHSലെ ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻ നമ്മൾ എടുക്കണം. ഓക്കെ, LHSലെ ഡയമെൻഷനും RHSലെ ഡയമെൻഷനും സെയിം ആണെങ്കിൽ വി ക്യാൻ സേ ദ ഇക്വേഷൻ ഈസ് ഡയമെൻഷണലി കറക്റ്റ്. എന്താണ്? ഒരു ഇക്വേഷൻ തന്നു, ഷുവറായിട്ടും അതിനൊരു LHS പാർട്ടും കാണും, ഒരു RHS. ലെഫ്റ്റ് ഹാൻഡിലും റൈറ്റ് ഹാൻഡിലും കുറേ ആൾക്കാർ കാണും, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് കാണും. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും റൈറ്റ് ഹാൻഡ് സൈഡിലെ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും ഡയമെൻഷൻ ഈക്വൽ ആയിട്ട് വന്നാൽ we can say the equation is dimensionally correct. The equation is dimensionally correct. ഇനി LHSലെയും RHSലെയും ഡയമെൻഷൻ ഡിഫറെൻ്റ് ആണെങ്കിലോ never 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 that equation will never be correct. ആ ഇക്വേഷൻ ഒരിക്കലും എന്താവില്ല, കറക്റ്റ് ആവില്ല. RHSലും LHSലും ഉള്ള ഡയമെൻഷൻ ഡിഫറെൻ്റ് ആയോ, ഇക്വേഷൻ ഇസ് റോങ്. RHSലെയും LHSലെയും ഡയമെൻഷൻ സെയിം ആണെങ്കിൽ we will say the equation is dimensionally correct. Okay, നമുക്ക് ചെക്ക് ചെയ്യാം. Okay, first equation, check the correctness of the given equation. 1 പണ്ടേ കേട്ടിട്ടുണ്ട്, 9th നമ്മൾ പഠിച്ചതാ. S is equal to ut plus half at square. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ നോക്കുമ്പോൾ ബോഡിക്ക് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, സ്ട്രെയിറ്റ് ലൈനിൽ കൂടി മൂവ് ചെയ്യുന്ന ഒരു ബോഡിക്ക് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട്, ഫൈനൽ വെലോസിറ്റി ഉണ്ട്, ആക്സിലറേഷൻ ഉണ്ട്, ടൈം ഉണ്ട്. നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്. കുറച്ച് ഇക്വേഷൻസ് നമ്മൾ പഠിച്ചായിരുന്നു, ഇപ്പോഴും നമ്മളത് മറന്നിട്ടില്ലെന്ന് തോന്നുന്നു. ശരിയല്ലേ? നമുക്ക് എപ്പോഴും ഓർമ്മയുള്ളൊരു ഇക്വേഷനാണ് എസ് ഇസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at സ്ക്വയർ. ശരിയല്ലേ? മിസ് അന്നത് പഠിപ്പിച്ചില്ലേ? നമ്മളത് കറക്റ്റ് ആണെന്ന് പറഞ്ഞു. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. മിസ് പഠിപ്പിച്ച തെറ്റാണെന്നല്ല, എങ്കിൽ പോലും ഒരു ഇക്വേഷൻ തന്നാൽ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണമല്ലോ. നോക്കാം. സോ ഇൻ ദ ഇക്വേഷൻ എസ് ഇസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at സ്ക്വയർ, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജെനിറ്റിയും കൂടെ എടുക്കാം. ut കണ്ടോ, ദ ഫസ്റ്റ് ടേം ഈസ് ut, ദ സെക്കൻഡ് ടേം ഈസ് ഹാഫ് at സ്ക്വയർ. ദ സെക്കൻഡ് ടേം ഈസ് ഹാഫ് at സ്ക്വയർ. യുടെ കൂടെ ഹാഫ് at സ്ക്വയർ ആഡ് ചെയ്തപ്പോൾ എനിക്ക് ഡിസ്പ്ലേസ്മെന്റ് എസ് കിട്ടി. പണ്ടേ നമ്മൾ പഠിച്ചിട്ടുണ്ട് എസ് ഇസ് ദ ഡിസ്പ്ലേസ്മെന്റ്. എസ് ഇസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at സ്ക്വയറിനകത്ത് എസ് ഡിസ്പ്ലേസ്മെന്റ്, യു ഇനിഷ്യൽ വെലോസിറ്റി, ടി ടൈം ആൻഡ് എ ആക്സിലറേഷൻ. എ ആരാ? ആക്സിലറേഷനാ. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at സ്ക്വയറിനകത്തെ യുടെ കൂടെ ഹാഫ് at സ്ക്വയർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷുവർലി യും ഹാഫ് at സ്ക്വയറും ആര് തന്നെ? യെസ് തന്നെ, ഡിസ്പ്ലേസ്മെന്റ് തന്നെ. അതല്ലേ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജെനിറ്റി നമുക്ക് പറഞ്ഞു തന്നത്. therefore we can write the dimension of ut is equal to the dimension of, ശരിയാണല്ലോ, dimension of S. Okay, so ut, what is the dimension of ut? U initial velocity, what is the dimension? L t raised to minus 1 into t, capital T is equal to L. Okay, t raised to minus 1 t raised to plus 1 കൂടെ ക്യാൻസൽ ചെയ്താൽ L is equal to L. ഗുഡ്. ഫസ്റ്റ് ടേം നമ്മുടെ എന്ത് ഒബേ ചെയ്തു? LHSലെയും RHSലെയും ഡയമെൻഷൻ സെയിം ആണെന്ന് ഒബേ ചെയ്തു. ശരിയല്ലേ? അത് മനസ്സിലായി. സിമിലർലി ദ ഡയമെൻഷൻ ഓഫ് ഹാഫ് at സ്ക്വയർ is equal to the dimension ആണേ, the dimension of half at square is equal to dimension of S. Okay, S ന്റെ ഡയമെൻഷൻ ഈക്വലന്റ് ആയിരിക്കും. ഹാഫ് നമ്പറാ, നോ ഡയമെൻഷൻ. Then A, acceleration, Lt raised to minus 2 into t square is equal to S in the dimension L. Correct? T raised to minus 2 t raised to 2 കൂടെ ക്യാൻസൽ ചെയ്തപ്പോൾ L is equal to L എന്ന് കിട്ടി. ശരിയല്ലേ? എന്ന് വെച്ചാൽ S ന്റെ ഡയമെൻഷനും L ആണ്, ut യുടെ ഡയമെൻഷനും L ആണ്, ഹാഫ് at സ്ക്വയറിന്റെ ഡയമെൻഷനും L ആണ്. അല്ലേ? അപ്പം RHSൽ 2L വന്നില്ലേ? അപ്പോൾ L പ്ലസ് L 2L ആയി. ഒരു LHSലെ L ഉണ്ട്, RHSൽ L പ്ലസ് L 2L ആയി. അപ്പോൾ ഇക്വേഷൻ കറക്റ്റ് ആണോ? 5 മീറ്ററും 2 മീറ്ററും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞതാ. 5 മീറ്ററും നമ്മൾ ആരെയൊക്കെ ആഡ് ചെയ്യുന്നത്? 5 മീറ്ററും 2 മീറ്ററും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 7 മീറ്റർ. അങ്ങനെ എഴുതാറുണ്ടോ? 5 മീറ്ററിൻ്റെ മീറ്ററും 2 മീറ്ററിൻ്റെ മീറ്ററും കൂടെ ചേർന്ന് 7
മീറ്റർ മീറ്റർ എന്ന് എഴുതത്തില്ലല്ലോ. 5 meter plus 2 meter is 7 meter. അപ്പോൾ ഒരു വിട്ടാ പോരെ പോരെ. അതേപോലെ യുടിയുടെ എല്ലും ഇറ്റ് ഇസ് യൂണിറ്റ്, ഡയമെൻഷൻ ഒരു യൂണിറ്റ് ആയിട്ടല്ലേ നമ്മൾ എടുക്കുന്നത്. യുടിയുടെ എല്ലും ഹാഫ് AT² എല്ലും കൂടെ ചേർന്നാൽ L plus L 2L എന്ന് എഴുതാൻ പാടുണ്ടോ? 5 meter plus 2 meter 7 meter meter എന്ന് എഴുതാറുണ്ടോ? 7 meter അല്ലേ. അതേപോലെ യുടി സപ്പോസ് 5 meter ആയിരിക്കും, ഹാഫ് AT² സപ്പോസ് 2 meter ആയിരിക്കും. 5 meter plus 2 meter is 7 meter. So it is also L. അപ്പോൾ LHSലെയും RHSലെയും ഡയമെൻഷൻ ആര് തന്നെ? L തന്നെ. ശരിയല്ലേ? എന്ന് വെച്ചാൽ മിസ് നമ്മുടെ കൊച്ചു ക്ലാസ്സുകളിൽ പഠിപ്പിച്ചു തന്ന ഇക്വേഷൻ കറക്റ്റ്. ഇക്വേഷൻ എന്താണ്? കറക്റ്റ് ആണ്. ശരിയല്ലേ? അപ്പോൾ S is equal to UT plus half AT² കറക്റ്റ് ആണ്, നമുക്ക് മനസ്സിലായി. അവിടെ നമ്മൾ വേറെയും ഇക്വേഷൻസ് പഠിച്ചിരുന്നു. ഏത് ഇക്വേഷൻ? V is equal to U plus AT പഠിച്ചില്ലായിരുന്നോ? നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്യാം, ഇപ്പം തന്നെ ചെക്ക് ചെയ്യാം. ഇതൊന്ന് ഇറേസ് ചെയ്തോട്ടെ. യെസ്, നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇക്വേഷൻ ഒന്നേ തന്നിട്ടുള്ളൂ, നമുക്ക് എല്ലാ ഇക്വേഷനും ചെക്ക് ചെയ്യാമെന്നേ. V is equal to U plus AT. ഓക്കെ, പണ്ട് നമ്മൾ പഠിച്ച ഇക്വേഷനാണ്. Where V is the final velocity, U is the initial velocity, A is the acceleration, T is the time. ഇനി ഞാൻ LHSലെയും RHSലെയും ഡയമെൻഷൻ ഡയറക്റ്റ്ലി അങ്ങ് എഴുതാൻ പോവാം. സോ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി L T raised to -1. വെലോസിറ്റി അത് ഫൈനൽ ആണെങ്കിൽ ഇനിഷ്യൽ ആണെങ്കിൽ ഇടയ്ക്കാണെങ്കിലും L T raised to -1 തന്നെ is equal to L ഇനിഷ്യൽ വെലോസിറ്റി L T raised to -1 തന്നെ അല്ലേ. അതിൻ്റെ കൂടെ നമ്മൾ ആരെ ആഡ് ചെയ്തേക്കുക? AT, where A is acceleration. L T raised to ഓർമ്മയുണ്ടോ? ആക്സിലറേഷൻ ഓർമ്മയുണ്ടാവണം. L T raised to -2 into T. ഓക്കെ, അപ്പം T raised to -2 T raised to 1 കൂടെ വന്നാൽ T raised to -1 തന്നെയല്ലേ. Now in the next step we will write L T raised to -1 is equal to L T raised to -1 plus L T raised to -1. ശരിയല്ലേ? അല്ലേ? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി എന്താ പറഞ്ഞിരുന്നത്? L T raised to -1ൻ്റെ കൂടെ ഞാൻ ഒരു L T raised to -1 സെയിം ക്വാണ്ടിറ്റീസാ. ഒരാൾ മീറ്റർ പെർ സെക്കൻഡ് ആണ്, ഇയാൾ സ്പീഡാണെങ്കിൽ ഇതും സ്പീഡാ ഇതും സ്പീഡാ. ശരിയല്ലേ? 2 times എന്ന് എഴുതേണ്ട ആവശ്യമുണ്ടോ? 2 times എന്ന് എഴുതിയാൽ തന്നെ സപ്പോസ് ഞാൻ അങ്ങ് എഴുതി 2L T raised to -1. 2 നമ്പർ അല്ലേ, അതിക്ക് ഡയമെൻഷൻ ഉണ്ടോ? അപ്പം ഡയമെൻഷൻ ആരേ ഉള്ളൂ? L T raised to -1 is equal to L T raised to -1. കണ്ടോ? RHSൽ കടന്ന 2 L T raised to -1 കൂടെ കൂട്ടിയിട്ട് 2L T raised to -1 എന്നങ്ങ് എഴുതിയെന്ന് വിചാരിച്ചോ? ആണെങ്കിൽ തന്നെ 2 നമ്പർ അല്ലേ, നമ്പറിന് ഡയമെൻഷൻ ഉണ്ടോ? ആർക്ക് മാത്രമേ ഉള്ളൂ? ക്വാണ്ടിറ്റിക്ക്. ദാറ്റ് ഈസ് LHSലും L T raised to -1, RHSലും L T raised to -1. The equation is dimensionally correct. The equation is dimensionally correct. Okay, പിന്നെയും ഉണ്ടായിരുന്ന ഇക്വേഷൻ, അടുത്ത ഇക്വേഷൻ ഏതായിരുന്നു? V² is equal to U² plus 2AS. നമുക്ക് എഴുതി നോക്കാവുന്നേ. സോ വൺസ് മോർ നമ്മൾ അത് തന്നെ എടുക്കാൻ പോവാ. പണ്ടത്തെ ഇക്വേഷൻ V² is equal to U² plus 2AS. Okay, V² വെലോസിറ്റി സ്ക്വയർ. അപ്പോൾ എങ്ങനെ എഴുതണം? L T raised to -1 the whole square is equal to U ഇനിഷ്യൽ വെലോസിറ്റി. ഇനിഷ്യൽ ആണെങ്കിലും വെലോസിറ്റി എന്നല്ലേ, ഡയമെൻഷൻ L T raised to -1 തന്നെയല്ലേ, സ്ക്വയർ പ്ലസ് 2 നമ്പറാ, നോ ഡയമെൻഷൻ. A ആക്സിലറേഷൻ L T raised to -2. S ഡിസ്പ്ലേസ്മെന്റ് L. എല്ലാം എഴുതാം, സ്ക്വയർ എടുക്കാം. L² T raised to -2 equal to L² T raised to -2 plus L² T raised to -2 അല്ലേ. 2 times L² T raised to -2 വന്നാലും എന്ത് തന്നെ? അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഇങ്ങനെ എഴുതിയാലും 2 times L² T raised to -2 എന്ന് വന്നാലും അത് തന്നെ 2 has no dimension. That is L² T raised to -2. The dimensions on LHS is equal to the dimensions of RHS. The equation is dimensionally correct. എടുത്തെഴുതണം. The equation is dimensionally correct. Why?
എന്തുകൊണ്ടാണ് എടുത്ത് നമ്മൾ ഡയമെൻഷനലി കറക്റ്റ് എന്ന് പറയുന്നത്? ബിക്കോസ് ഇവിടെ ഒരു പോരായ്മയുണ്ട്. നമ്മൾ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as അതിനകത്തല്ലേ ഇക്വേഷൻ കറക്റ്റാന്ന് കണ്ടുപിടിച്ചേ. അവിടെ 2ന് പകരം ഞാൻ 3 ഇട്ടായിരുന്നു എന്ന് വിചാരിച്ചോ. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 3as. അപ്പോഴും ഇക്വേഷൻ ഇങ്ങനെ തന്നെ കിട്ടും. ഞാൻ 2ന് പകരം 5 ഇട്ടെന്ന് വിചാരിച്ചോ. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 5as. അപ്പോഴും ഡയമെൻഷനലി ഇക്വേഷൻ കറക്റ്റാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ നമ്പർ നോക്കുന്നില്ല, നമ്മൾ ആരെ മാത്രമേ നോക്കുന്നുള്ളൂ? ഫിസിക്കൽ ക്വാണ്ടിറ്റി. അപ്പം ഒരു ഇക്വേഷനകത്ത് നമ്പർ പാർട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ നമ്പർ സ്പെസിഫൈ ചെയ്യാൻ ആർക്ക് പറ്റില്ല? ക്ലിയർ ആയോ പറഞ്ഞേ? ദാറ്റ് ഈസ് ഈ ഇക്വേഷനകത്ത് 2ന് പകരം ഞാൻ 1/3 എന്നിട്ട് 1/3 ഇട്ടാലും നമ്മളത് മാറ്റിയിട്ടല്ലേ ഡയമെൻഷൻ എടുക്കാം. അപ്പോൾ ആ 1/3ക്ക് അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ടോ? ദാറ്റ് ഈസ് ഒരു നമ്പർ വന്നാൽ ആ നമ്പർ സ്പെസിഫൈ ചെയ്യാൻ ആർക്ക് പറ്റില്ല? ഡയമെൻഷന് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇക്വേഷൻ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന് പറഞ്ഞാലും വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 3as എന്ന് പറഞ്ഞാലും ഡയമെൻഷൻ കറക്റ്റായിട്ട് വരും. അപ്പം കറക്റ്റ് ഇക്വേഷൻ തരുന്നില്ല, പകരം ഡയമെൻഷനലി കറക്റ്റ് ഇക്വേഷൻ. ഡയമെൻഷൻ വെച്ച് നോക്കുമ്പോൾ, യൂണിറ്റ് വെച്ച് നോക്കുമ്പോൾ ഇക്വേഷൻ കറക്റ്റ് ആണ്. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് AT സ്ക്വയർ അങ്ങനെ എഴുതിയാലും എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് 3 AT സ്ക്വയർ എന്ന് എഴുതിയാലും ഡയമെൻഷണൽ ഇക്വേഷൻ കറക്റ്റാണ്. കാരണം 1/2 ഇട്ടാലും 3 ഇട്ടാലും നമ്മളത് മാറ്റിയിട്ടല്ലേ ഡയമെൻഷൻ എഴുതുന്നത്. നമ്പറിന് ഡയമെൻഷൻ എഴുതുന്നില്ലല്ലോ, ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് മാത്രമല്ലേ ഡയമെൻഷൻ എഴുതുന്നുള്ളൂ. അപ്പോൾ ആ ഹാഫ് എന്ന് പറയുന്ന കറക്റ്റ് ന്യൂമറിക്കൽ വാല്യൂ സ്പെസിഫൈ ചെയ്യാൻ ആർക്ക് പറ്റില്ല? ഡയമെൻഷന് പറ്റില്ല. അപ്പോൾ ഇക്വേഷൻ അത്രയും കൊണ്ട് കറക്റ്റായി എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഡയമെൻഷനലി ഇക്വേഷൻ ഇസ് കറക്റ്റ്. നമ്പർ ഉണ്ടെങ്കിൽ എനിക്കത് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ എടുത്തു പറയും ദ ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ് ഇഫ് ദ ഡയമെൻഷൻസ് ഓൺ LHS ആൻഡ് ദ RHS ആർ സെയിം. ക്ലിയർ? മനസ്സിലായല്ലോ? ഡൗട്ട് ഉണ്ടോ? അപ്പം നമ്മൾ പണ്ട് പഠിച്ച ഇക്വേഷൻസ് എല്ലാം കറക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ശരിയല്ലേ? അടുത്ത ഇക്വേഷൻ നോക്കാം. The same thing to check the correctness of the equation. ഒരു ഇക്വേഷൻ തന്നു, ശരിയോ തെറ്റോ നമ്മളിപ്പം കണ്ടുപിടിച്ചു കൊടുക്കും, ശരിയല്ലേ? പക്ഷേ തന്നിരിക്കുന്ന ആൾക്കാരെ ഒന്ന് പരിചയപ്പെടുത്തണ്ടേ? ഇക്വേഷൻ P is equal to H rho G. P is equal to H rho G. പരിചയപ്പെടുത്താം. Where P is the pressure. P ആരാ? പ്രഷർ. അതവർ പറയണം. P ചിലപ്പോൾ പവർ ആയിക്കൂടി, P ചിലപ്പം മൊമെൻറ്റം ഇസ് ഓൾസോ റെപ്രസെൻറ്റഡ് ബൈ P ആയിക്കൂടെ. അപ്പം അവർ പറയണം പവറാണോ പ്രഷറാണോ ദെൻ മൊമെൻറ്റം ആണോ അവർ പറയണം. അവർ പറഞ്ഞിട്ടുണ്ട് P പ്രഷറാണ്. ദെൻ H ഇസ് ദ ഹൈറ്റ് ഓഫ് ലിക്വിഡ് കോളം. ഹൈറ്റ് എന്തായാലും ഹൈറ്റ്. റോ ഇസ് ദ ഡെൻസിറ്റി. നമ്മൾ ഡെൻസിറ്റിക്ക് ഡിയും യൂസ് ചെയ്യാറുണ്ട്, കോമൺലി യൂസ് ചെയ്യുന്നത് റോ ഇട്ടാണ്. ഏതായാലും പ്രശ്നമില്ല, ഇവിടെ അവർ തന്നിട്ടുണ്ട് റോ ഇസ് ദ ഡെൻസിറ്റി. ആൻഡ് ജി നിങ്ങൾക്കറിയാം, ആക്സിലറേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ശരിയല്ലേ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, ശരിയല്ലേ? അതും നമുക്കറിയാം. ഓക്കെ, ഇക്വേഷൻ ശരിയോ തെറ്റോ കണ്ടുപിടിച്ചതാ? നമുക്ക് നോക്കാം. നമ്മളെല്ലാവരും കൂടെ കണ്ടുപിടിക്കും അക്കോർഡിംഗ് ടു അവർ പ്രിൻസിപ്പിൾ. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്താ? ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആവണമെങ്കിൽ LHSലെയും RHSലെയും ഡയമെൻഷൻ സെയിം ആവണം, ശരിയല്ലേ? അപ്പം നമുക്ക് ഓരോരുത്തരെ കണ്ടുപിടിക്കാം. പ്രഷർ എടുക്കാദ്യമേ. ഞാൻ പ്രഷർ സൈഡിലോട്ട് ഇങ്ങോട്ട് എഴുതാം. ഹിയർ പ്രഷർ. വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് പ്രഷർ? പ്രഷർ ആരായിരുന്നു? ഫോഴ്സ് ബൈ ഏരിയ. ഓർമ്മയുണ്ടോ? ഫോഴ്സ് ആരാ? മാസ് ഇൻടു ആക്സിലറേഷൻ LT റൈസ് ടു -2 ബൈ ഏരിയ ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത്. രണ്ടുമല്ല, എല്ലും ക്യാൻസൽ ചെയ്താൽ വി വിൽ ഗെറ്റ് ദ ഡയമെൻഷൻ ഓഫ് പ്രഷർ ആസ് m റൈസ് ടു 1. താഴെ കിടക്കുന്ന L മുകളിൽ പോയപ്പോൾ L റൈസ് ടു -1 T റൈസ് ടു -2, ശരിയല്ലേ? അപ്പോൾ LHS കിടക്കുന്ന പ്രഷറിൻ്റെ ഡയമെൻഷൻ എനിക്ക് കിട്ടി m1 L റൈസ് ടു -1 T റൈസ് ടു -2. ക്ലിയർ? ഓക്കെ, ഇനി RHS എടുക്കാം. RHSനകത്ത് ആരൊക്കെയുണ്ട്? ഹൈറ്റ് L ആണ്, ശരിയല്ലേ? സോ വി ആർ ഗോയിങ് ടു ടേക്ക് H rho G. ഹൈറ്റ് L ആണ്. ലെങ്ത്, ഡെൻസിറ്റി, മാസ് ബൈ വോളിയം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, L ഇൻറ്റു L, LQ, ശരിയല്ലേ? ആൻഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി.
ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാലും ആക്സിലറേഷൻ. ദാറ്റ് ഈസ് L(t)⁻². ശരിയല്ലേ? എല്ലാവരും കൂടെ ഒന്നിച്ച് വെച്ചേ. എത്ര കിട്ടി? m ഉണ്ട്, m(1) ഉണ്ട്. ന്യൂമറേറ്ററിൽ L(l), L². ഡിനോമിനേറ്ററിൽ L3. ന്യൂമറേറ്ററിലെ L²ഉം ഡിനോമിനേറ്ററിലെ ക്യൂബിൽ നിന്ന് സ്ക്വയറും കട്ട് ചെയ്താൽ പിന്നെ താഴെ ഒരു ഡിനോമിനേറ്ററിൽ ഒരു L. ആ L മുകളിൽ വന്നാൽ ക്ലിയർ ആണോ? ഓക്കെ, L മുകളിൽ വന്നാൽ -1. ശരിയല്ലേ? ക്യൂബ് കിടന്ന താഴെയല്ലേ? സ്ക്വയറുമായിട്ട് ക്യാൻസൽ ചെയ്തപ്പോൾ ഡിനോമിനേറ്ററിൽ L വന്നു. ആ L മുകളിൽ വന്നപ്പോൾ -1. ആൻഡ് വാട്ട് അബൌട്ട് ദ ടൈം? -2. ശരിയല്ലേ? അപ്പം ഞാൻ h(ρg) ഡയമെൻഷൻ എഴുതാൻ പോവാം. m(1), L(-1), T(-2). യാ, എന്താണ് നോക്കിയേ? P is equal to h(ρg)യിൽ പ്രഷറിൻ്റെ ഡയമെൻഷനും h(ρg)യുടെ ഡയമെൻഷനും പെർഫെക്റ്റ്ലി സെയിം അല്ലേ? അല്ലേ? m(1), L(-1), T(-2). The equation is dimensionally, നമ്മൾ എങ്ങനെ എടുത്തെഴുതുള്ളൂ? The equation is dimensionally correct. എന്തുകൊണ്ടാ? ഒരു 2h(ρg) തന്നായിരുന്നെങ്കിലും ഇത് തന്നെ. 5h(ρg), P is equal to 5h(ρg) എന്ന് പറഞ്ഞാലും ഇത് തന്നെ. P is equal to half h(ρg). അപ്പോൾ നമുക്ക് ആ നമ്പർ അവിടെ സ്പെസിഫൈഡ് അല്ലാത്തത് കൊണ്ട് ഇക്വേഷൻ എങ്ങനെ പറയാവൂ? ഡയമെൻഷനലി കറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് എന്ത്? നമുക്ക് ഇഷ്ടപ്പെട്ടു ഇക്വേഷൻ. ശരിയല്ലേ? P is equal to h(ρg) കൊള്ളാം, ഗുഡ്. P is equal to h(ρg) is correct. ഡയമെൻഷനലി കറക്റ്റ്. ക്ലിയർ ആണല്ലോ? എങ്കിൽ നമുക്ക് അടുത്തൊരെണ്ണം കൂടെ നോക്കാം. The next, V is equal to P. It is P/D. നമുക്ക് ഓരോരുത്തരെ പരിചയപ്പെടുത്താം. What is V here? ഇത് കേസ് ഓഫ് വെലോസിറ്റി ഓഫ് സൗണ്ട്. ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ സൗണ്ട് ഇങ്ങനെ മൂവ് ചെയ്ത് ഇവിടെ എല്ലാം ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. സൗണ്ടിന് വെലോസിറ്റി ഉണ്ട്. വെലോസിറ്റി ഓഫ് സൗണ്ട് ആണ് നമ്മൾ V ആയിട്ട് ഇട്ടേക്കുന്നത്. സോ വാട്ട് മേ ബി സൗണ്ടിൻ്റെ ആണെങ്കിലും വെലോസിറ്റി അല്ലേ? നമുക്ക് മനസ്സിലായി. Now, velocity of sound is equal to P/D, where P is the pressure. ഇവിടെ P ആരാ? Pressure of the medium. ഞാൻ സംസാരിക്കുന്നത് എയർ എന്ന് പറയുന്ന മീഡിയത്തിൽ കൂടിയല്ലേ? അപ്പോൾ എയറിനൊരു പ്രഷർ ഉണ്ട്. എയർ exerts some pressure, ആ പ്രഷർ. And D is the density of the medium. ഓക്കെ, ഇപ്പം നമ്മുടെ മീഡിയം എയർ ആയതുകൊണ്ട് മീഡിയം എയറിൻ്റെ ഡെൻസിറ്റി ഓഫ് ദ മീഡിയം. അപ്പോൾ ആൾക്കാരെ പരിചയപ്പെട്ടല്ലോ. ആരൊക്കെയാണ്? പ്രഷർ വെലോസിറ്റി V is equal to P/D, where V is the velocity of sound. സംസാരിക്കുമ്പോൾ സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വെലോസിറ്റി V. P is the pressure of the medium and D is the density of that medium. Okay, we want whether the equation is correct or not. ചെക്ക് ചെയ്യാം. How? ആദ്യമേ LHS കിടക്കുന്ന വെലോസിറ്റിയുടെ ഡയമെൻഷൻ എടുക്കണം. അത് എടുക്കാനൊന്നുമില്ല, നമുക്കറിയാം. L(t)⁻1. നേരത്തെ നമുക്കറിയാം വെലോസിറ്റിയുടെ ഡയമെൻഷൻ L(t)⁻1. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി, അത് ഇവിടെ ഇരിക്കട്ടെ. ആൻഡ് വാട്ട് അബൌട്ട് RHS? RHSനകത്ത് ആരൊക്കെയാ? പ്രഷറും ഡെൻസിറ്റി. വാട്ട് വാസ് ദ ഡയമെൻഷൻ ഓഫ് പ്രഷർ? നമ്മൾ നേരത്തെ എഴുതിയല്ലോ, ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് ആരാ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ബൈ ഏരിയ, L(l), L². അപ്പോൾ എത്ര കിട്ടി? m(l)⁻1), T(-2). പ്രഷർ. ആൻഡ് വാട്ട് അബൌട്ട് ഡെൻസിറ്റി? ഡെൻസിറ്റി നമ്മൾ എഴുതി, ശരിയല്ലേ? വാട്ട് ഈസ് ഡെൻസിറ്റി? മാസ് ബൈ വോളിയം, m/L3, ml⁻³ സോ വാട്ട് ഈസ് P/D? നമുക്ക് P/D ഒന്നിച്ചെടുക്കാം. P ml⁻1, T(-2). ഡെൻസിറ്റി ml⁻3. ശരിയല്ലേ? മാസ് ബൈ വോളിയം. സോൾവ് ചെയ്ത് നോക്കാം. എമ്മും കട്ടായി. L⁻1ഉം ഡിനോമിനേറ്ററിലുള്ള L⁻3യിൽ ഒരു -1ഉം ക്യാൻസലായി. പിന്നെ ആരുണ്ട്? ഡിനോമിനേറ്ററിൽ L⁻2 ഉണ്ട്. ന്യൂമറേറ്ററിൽ T⁻2 ഉണ്ട്. ഡിനോമിനേറ്ററിൽ L⁻2 മുകളിൽ വന്നാൽ വി വിൽ ഇങ്ങോട്ട് എഴുതിക്കോട്ടെ, L² T⁻2. What is the dimension of
P by D. എത്ര കിട്ടി? P by D is equal to L square T raised to minus 2. RHSലെ dimension LT raised to minus 1. Sorry, LHSലെ dimension LT velocity LHSലായിരുന്നു. സോറി. അപ്പം നമ്മൾ എടുത്ത ഇക്വേഷനകത്ത് വെലോസിറ്റി LHSലല്ലേ കിടക്കുന്നത്. LHSലെ വെലോസിറ്റിയുടെ ഡയമെൻഷൻ LT raised to minus 1. RHSലെ പ്രഷർ ബൈ ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ L square T raised to minus 2. ഈക്വൽ ആണോ? സെയിം ആണോ? നമുക്ക് ഏതെങ്കിലും ഇക്വേഷൻ തന്നിട്ട് പറ്റിക്കാൻ പറ്റുമോ? നെവർ. ദ ഇക്വേഷൻ ഈസ് റോങ്. അവിടെ ഡയമെൻഷനലി റോങ് എന്നൊന്നും പറയണ്ട, തെറ്റാ. ആ ഇക്വേഷനെ തെറ്റാ അല്ലേ? ഡയമെൻഷൻ സെയിം ആയിട്ട് കിട്ടിയില്ല LHSലും RHS എങ്കിലും, പിന്നെ നമ്പറും ഒന്നും നോക്കണ്ട, അവിടെ ആവശ്യമില്ല. ദ ഇക്വേഷൻ ഈസ് റോങ്. ദ ഇക്വേഷൻ ഈസ് പെർഫെക്റ്റ്ലി റോങ്. ഡയമെൻഷനലി റോങ് അങ്ങനെയൊന്നും ഇല്ല. ദ ഇക്വേഷൻ ഈസ് റോങ്. തെറ്റാ ഇക്വേഷൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞു വെലോസിറ്റി ഓഫ് സൗണ്ട് ത്രൂ ദ മീഡിയം ഇസ് ഈക്വൽ ടു P by D. വിശ്വസിക്കോ? നെവർ നെവർ. ഞങ്ങൾ ചെക്ക് ചെയ്ത് വെക്കും. ശരിയല്ലേ? എങ്ങനെ? ഡയമെൻഷൻ. സോ ദ ഇക്വേഷൻ ഇസ് റോങ്. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമുക്ക് മനസ്സിലായി ഹൗ ടു ചെക്ക് ദ ഇക്വേഷൻ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ഇവിടെ കറക്റ്റ് ഇക്വേഷൻ വേണമെന്ന് പറഞ്ഞായിരുന്നെങ്കിലോ, LHSൽ LT raised to minus 1, RHSൽ അതിൻ്റെ സ്ക്വയറാണ്. സോ ഇഫ് ദ ഇക്വേഷൻ വാസ് ഗിവൺ ലൈക്ക് ദിസ്, സപ്പോസ് റൂട്ട് ഓഫ് P by D എന്ന് തന്നായിരുന്നെങ്കിലോ, അപ്പം ഈ RHSൽ കിടക്കുന്ന ആളുടെ റൂട്ട് എടുക്കും. ദെൻ ഇറ്റ് ബിക്കംസ് LT raised to minus 1. അപ്പം ഈ ഇക്വേഷൻ കറക്റ്റ്. മനസ്സിലായോ? P by Dയുടെ ഡയമെൻഷൻ എന്താ? L square T raised to minus 2. ഞാൻ അതിനൊരു റൂട്ട് കൊടുത്തു. റൂട്ട് കൊടുത്താൽ എത്ര കിട്ടും? L squareൻ്റെ റൂട്ട് L, T raised to minus 2ൻ്റെ റൂട്ട് T raised to minus 1 എന്ന് വെച്ചാൽ LHS തന്നെ. ശരിയല്ലേ? അപ്പം ഇക്വേഷൻ V is equal to root of P by D എന്ന് തന്നായിരുന്നെങ്കിൽ ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞേനെ. പക്ഷെ അവർക്ക് പറ്റിക്കാൻ പറ്റില്ല. V is equal to P by D നമ്മൾ അംഗീകരിക്കത്തില്ല. The equation is wrong. Okay, clear ആണല്ലോ? So how to check the correctness of an equation? Clear ആണേ? Okay. ഒരു ഇക്വേഷൻ കൂടെ നോക്കാം നമുക്ക്. നമുക്ക് ഇഷ്ടംപോലെ ഇക്വേഷൻസ്, ഫിസിക്സ് നിറച്ച ഇക്വേഷൻ അല്ലേ, നമുക്ക് കുറേ ചെക്ക് ചെയ്ത് നോക്കാം കറക്റ്റ് ആണെന്നുണ്ടോ ഇല്ലയോന്നോ. ഓക്കെ, ഫോർത്ത് വൺ, ദ സെയിം ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ കറക്റ്റ്നെസ് ഓഫ് ദ ഇക്വേഷൻ. ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ഇക്വേഷൻ ആരൊക്കെയാ? V is equal to Fm by L the whole raised to 1 by 2. What is raised to 1 by 2? Raised to 1 by 2 എന്ന് വെച്ചാൽ റൂട്ട് എന്നർത്ഥം. Fm by L എവിടെയാണ്? റൂട്ടില്ല. ഓക്കെ, സോ റേസ് ടു 1 by 2 എന്ന് വെച്ചാൽ റൂട്ട് ഓഫ് ദാറ്റ് ഈസ് എക്സ് റേസ് ടു 1 by 2. അറിയാം, എന്നാലും ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. റൂട്ട് എക്സ്. വൈ റേസ് ടു 1 by 2 റൂട്ട് വൈ എന്നർത്ഥം. ഇസഡ് റേസ് ടു 1 by 2 ആരാ? റൂട്ട് ഇസഡ് എന്ന. അപ്പം റൂട്ടിനെയാണ് നമ്മൾ പവറായിട്ട് എന്ത് കാണിക്കുന്നത്? റേസ് ടു 1 by 2. ക്ലിയർ ആണല്ലോ? അപ്പോൾ അത് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം ഇത്. യെസ്, നൗ നമുക്ക് തിരിച്ചെഴുതാം. സോ V is equal to root of Fm by L ആണ്. ശരിയല്ലേ? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പരിചയപ്പെടണം. They had given V is velocity. V ആരാണ്? വെലോസിറ്റി. ഓക്കെ, F ആരാണ്? ഫോഴ്സ്. തന്നിട്ടുണ്ട് ഫോഴ്സ്, അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. M ആരാണ്? മാസ്. M is മാസ്. L ആരാ? ലെങ്ത്. ഇത് ഏത് കേസാണെന്ന് ചോദിച്ചാൽ, സപ്പോസ് ഐ ഹാവ് ഗോട്ട് എ സ്ട്രിങ്. നമ്മുടെ കയ്യിൽ ഒരു സ്ട്രിങ് ഉണ്ട്. നമ്മൾ ആ സ്ട്രിങ് ടോയിങ് സ്ട്രിങ് പിടിച്ച് വലിച്ച് 2 ഇഞ്ചും അങ്ങ് കെട്ടിവെച്ചു. സ്ട്രെച്ച്ഡ് സ്ട്രിങ് കണ്ടോ? നമ്മുടെ കയ്യിലിരിക്കുന്ന സ്ട്രിങ് നമ്മൾ എന്ത് ചെയ്തു? സ്ട്രെച്ച് ചെയ്ത് വലിച്ച് കെട്ടി അങ്ങ് വെച്ചു. എന്നിട്ട് ഇടയ്ക്കൊരു ജെർക്ക് കൊടുത്ത് തട്ടുമ്പോൾ വി ക്യാൻ സീ ദ വേവ്സ് ട്രാവലിംഗ് ത്രൂ ഇറ്റ്. നമ്മൾ എന്ത് കാണും അതിനകത്ത്? മനസ്സിലായോ? നമ്മുടെ കയ്യിലൊരു ടോയിൻ കിട്ടി. ആ ടോയിൻ നമ്മൾ 2 ഇഞ്ചിൽ ടൈ ചെയ്ത്, അതായത് സ്ട്രെച്ച് ചെയ്തങ്ങ് വെച്ചു. എന്നിട്ട് വലിഞ്ഞിരിക്കുന്ന ആ സ്ട്രിങ്ങിനെ ഞാനൊന്ന് ജെർക്ക് ചെയ്തു. വി ക്യാൻ സീ വേവ്സ്. അതിനകത്ത് വേവ്സ് പോകുന്ന കാണാം. സ്ട്രിങ്ങിനകത്തുണ്ടായ വേവ്സിൻ്റെ വെലോസിറ്റിയാണ് ഇവിടെ തന്നേക്കുന്ന V. പിടിച്ച് വലിച്ച് കെട്ടിവെച്ചേക്കുന്ന സ്ട്രിങ്ങിനകത്തൊരു ഫോഴ്സ് ഉണ്ട്, അതാണ് F. സ്ട്രിങ്ങിൻ്റെ മാസ് എമ്മും സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എല്ലും.
കണ്ടോ, അതാണ് തന്നിരിക്കുന്ന കണ്ടീഷൻ. കണ്ടീഷൻസ് എല്ലാം അവർ പറഞ്ഞുതരും. അതെല്ലാം നമ്മളെങ്ങനെ പറയുക, ഇതെല്ലാം അവർ പറഞ്ഞിട്ടുണ്ട്. ദ വെലോസിറ്റി ഓഫ് എ വേവ് ഇൻ എ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഫോഴ്സ് മാസ് ബൈ ലെങ്ത്. F is the force in the string, M is the mass of the string, and L is the length of the string. Clear? Check. ശരിയോ തെറ്റോ നമുക്കത് ചെക്ക് ചെയ്യണ്ടേ? ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, LHS എടുക്കാം. വെലോസിറ്റി പാടൊന്നുമില്ല, LT raised to -1. സോ LHSന്റെ ഡയമെൻഷൻ ഓൾറെഡി നമ്മൾ എഴുതി കഴിഞ്ഞു. വെലോസിറ്റിയ LT raised to -1. ഇനി നമുക്ക് RHS, ഇത് LHS ആയിരുന്നു ശരിയല്ലേ? ഇനി നമുക്ക് RHS വേണം. ആരെ വേണം? RHS. അപ്പോൾ RHSൽ ആരൊക്കെ കിടപ്പുണ്ട്? റൂട്ട് ഓഫ് എഫ് ഉണ്ട്, എം ഉണ്ട്, ബൈ എൽ ഉണ്ട് ശരിയല്ലേ? റൂട്ട് ഓഫ് ഫോഴ്സിന്റെ ഡയമെൻഷൻ മാസ് എം, acceleration LT raised to -2, mass into acceleration, again a mass m by length L. Okay, so it is equal to root of m into m square, L cancel ചെയ്തു പോയി, T raised to -2 ശരിയാണോ? root of m square T raised to -2. Now root മാറ്റാം, m square into root m, T raised to -2 into root -1. So what is the dimension? m T raised to -1. Whether the equation is correct. LHSലെ dimension LT raised to -1 RHSലെ dimension MT raised to -1. The equation is wrong. Dimensionally wrong എന്നൊന്നും പറയണ്ട, equation is wrong. ഒരിക്കലും ഈ equation correct ആവില്ല. Why? Because the dimension on LHS is not equal to the dimension on RHS. Equation എന്തെങ്കിലും equation തന്നിട്ട് നമ്മളെ പറ്റിക്കാൻ പറ്റുമോ? The equation is wrong. Clear? Okay. So how to check the correctness of equation? എങ്ങനെ ഒരു equationന്റെ ശരിയോ തെറ്റോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത്? If the dimensions on LHS and RHS of the equation are same, then we say the equation is dimensionally correct. എങ്ങനെ പറയണം? The equation is dimensionally correct. Okay. അതല്ല LHSലെയും RHSലെയും ഡയമെൻഷൻ തെറ്റാണെങ്കിലോ, അവർ തമ്മിൽ കറക്റ്റ് ആവുന്നില്ലെങ്കിലോ, നോട്ട് ഈക്വൽ ടു ആണെങ്കിലോ, ഷുവർ ആയിട്ടും പറഞ്ഞോളൂ ഇക്വേഷൻ ഈസ് റോങ്. ആ ഇക്വേഷൻ ഒരിക്കലും കറക്റ്റ് ആവില്ല. ഇക്വേഷൻ ഈസ് റോങ്. Clear? So, ഒരു equation തന്നാൽ how to check the correctness of an equation. This is the first application of dimension analysis. Okay. Clear ആണല്ലോ? Is there any doubt? Okay. So, now we know how to check the correctness of an equation. ശരിയല്ലേ? ഒരു equation ഇങ്ങോട്ട് തന്നാൽ അത് ശരിയോ തെറ്റോ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ശരിയല്ലേ? നമുക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് എഴുതി പ്രാക്ടീസ് ചെയ്യാം. ദാറ്റ് ഈസ്, സപ്പോസ് ഇൻ എ ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ അവർ തന്നിട്ടുണ്ട്. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ് ലൈക്ക് ദിസ്: H is equal to R rho G by 2S cos theta. ഇരിക്കട്ടെന്ന് എല്ലാവരും കൂടെ എത്രയോ ടഫ് ആക്കിക്കോട്ടെ, ഇറ്റ് ഡസൻറ്റ് മാറ്റേഴ്സ്, നമുക്ക് പ്രശ്നമല്ല. കുറച്ചധികം ടേംസ് ചേർത്തൊരു ഇക്വേഷൻ ഇങ്ങോട്ട് തന്നു നമ്മളെ പേടിപ്പിക്കാനായിട്ട്. നമ്മളെ പേടിക്കുമോ? നോ നോ നോ. എത്രയോ വലിയ ഇക്വേഷൻ ആയിക്കോട്ടെ, നമ്മളത് ചെക്ക് ചെയ്ത് കൊടുക്കും വെദർ ഇറ്റ് ഈസ് കറക്റ്റ് ഓർ നോട്ട് ബൈ യൂസിങ് ദി ഡയമെൻഷൻ. എങ്ങനെയാ? ഡയമെൻഷൻ ഓൺ LHS മസ്റ്റ് ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് RHS. പക്ഷെ ആൾക്കാരെ പരിചയപ്പെടുത്തണം. ഇതാരൊക്കെയാ നമുക്കറിയണ്ടേ? തന്നിട്ടുണ്ട്. H is the height. H ആരാണ്? ഹൈറ്റ്. ഇറ്റ് ഈസ് ദ ഹൈറ്റ്. ഒരു ഇക്വേഷൻ നമ്മൾ ഫ്രഷ് ആയിട്ട് എടുത്തത് ഹൈറ്റ്. ദിസ് ഈസ് ബേസ്ഡ് ഓഫ് കാപ്പിലാരിറ്റി. അതായത് ഒരു കൊച്ചു മൈന്യൂട്ട് ആയിട്ടുള്ളൊരു ട്യൂബിനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ലിക്വിഡിൽ ഡിപ്പ് ചെയ്താൽ ആ ലിക്വിഡ് ആ ട്യൂബിൽ കൂടി മേലോട്ട് കയറി വരും. കാപ്പിലറി റൈസ് എന്ന് വിളിക്കും. ആ കാപ്പിലറി റൈസിൻ്റെ ഹൈറ്റ് ആണ് H. R is the radius of the tube. Okay. Rho is the density of the liquid. G acceleration due to gravity അറിയാം. 2 നമ്പർ ആണ്. S is ഒത്തിരി ആൾക്കാരുണ്ട് ശരിയല്ലേ? എത്രയോ ആൾക്കാരായിക്കോട്ടെ, നോ പ്രോബ്ലം. സർഫസ് ടെൻഷൻ.
എന്താണ് എസ്? സർഫസ് ടെൻഷൻ. ഓർമ്മയുണ്ടോ സർഫസ് ടെൻഷൻ എന്താണ്? ഇറ്റ് ഈസ് ദ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. ഹൗ ടു ടേക്ക് സർഫസ് ടെൻഷൻ? ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. ഇക്വേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം, അത്രയേ ഉള്ളൂ. ആൻഡ് കോസ് തീറ്റ നമ്പറാണ്. കോസ് ഓഫ് ആൻ ആംഗിൾ ഇസ് ഓൾവേസ് എ നമ്പർ. അപ്പോൾ ഇതൊരു നമ്പർ എന്ന് എഴുതാം, ശരിയല്ലേ? നോ എന്നല്ല, നമ്പർ. ഇറ്റ് ഈസ് എ നമ്പർ. ഓക്കെ. സോ തന്നിരിക്കുന്ന ഇക്വേഷൻ ശരിയോ തെറ്റോ നമുക്കിപ്പം ചെക്ക് ചെയ്യാം. ആദ്യമേ LHS എഴുതാം. ആൻഡ് വാട്ട് അബൌട്ട് LHS? ഹൈറ്റ് ആണേ, ദാറ്റ് ഈസ് L. സോ LHSൽ ഹൈറ്റ് മാത്രമേ ഉള്ളൂ, L. ഓക്കെ. RHS നോക്കാം. RHSൽ ആദ്യമേ ദാറ്റ് ഈസ് R rho G by 2S cos theta. നമുക്ക് എല്ലാവരെയും എടുക്കണം. The first one is R, radius, length. Density, mass by volume, LQ. Acceleration due to gravity, LT raised to minus 2. ശരിയല്ലേ? By surface tension, what is surface tension? Force per unit length. അപ്പം താഴെ ഫോഴ്സ് M, LT raised to minus 2. By length, ആ ലെങ്ത് അങ്ങ് മോളിപ്പോവും. കറക്റ്റ് ആണോ? ശരിയായോ? സർഫസ് ടെൻഷൻ ആരാ? ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്, അതായത് MLT raised to minus 2 ഫോഴ്സിനും L ലെങ്ത്. അപ്പം ഞാൻ MLT raised to minus 2 ഡിനോമിനേറ്ററിൽ എഴുതി, അത് ഡിവൈഡഡ് ബൈ L. ആ L അങ്ങ് മോളിൽ വരുമല്ലോ. സോ വാട്ട് ഈസ് ദ ടോട്ടൽ വാല്യൂ? M ക്യാൻസൽ ആയിപ്പോയി. L ക്യൂബ് മുകളിലുണ്ട്, താഴെ L ക്യൂബും L കൂടെ ചേർന്ന് L raised to 4 ഉണ്ട്. അപ്പോൾ L raised to 4ൽ നിന്ന് ഒരു L മുകളിൽ വരുമ്പോൾ L raised to minus 1. T raised to minus 2 T raised to minus 2 കൂടെ ക്യാൻസൽ ആയിപ്പോയി. ദാറ്റ് ഈസ് ദ റിമൈനിങ് ഡയമെൻഷൻ ഈസ് L raised to minus 1. മനസ്സിലായോ? R റേഡിയസ് ആ L. ഡെൻസിറ്റി മാസ് ബൈ വോളിയം M by LQ. G acceleration LT raised to minus 2 by S is force. അല്ലേ? അപ്പോൾ S is surface tension, force per unit length. S is surface tension, force per unit length. MLT raised to minus 2 denominator, per unit length ile L on numerator. Denominator fraction വന്നാൽ reciprocal multiply ചെയ്യണം. അപ്പോൾ L മുകളിൽ പോയി. Cos theta number ഉണ്ടോ ഡയമെൻഷൻ cos theta? നോ, ഇറ്റ് ഇസ് എ നമ്പർ. അപ്പോൾ എല്ലാം കൂടെ സോൾവ് ചെയ്താൽ M ക്യാൻസൽ ആവും. മുകളിൽ 3L, താഴെ 4L. ശരിയല്ലേ? 3L ക്യാൻസൽ ചെയ്താൽ L raised to 1 in denominator comes to numerator as L raised to minus 1. T raised to minus 2 ഉണ്ടായിരുന്നു, T raised to minus 2 in denominator ഉണ്ട്. കട്ട് ചെയ്താൽ T raised to 0. That is only pending one is L raised to minus 1. അപ്പോൾ RHS നോക്കിയപ്പം എങ്ങനെ കിട്ടി? L raised to, whether the equation is correct. സമ്മതിക്കുമോ? നമ്മൾ ഏതെങ്കിലുമൊക്കെ കുറേ ടേംസ് വന്നിട്ട് നമ്മളെ പേടിപ്പിക്കാൻ നോക്കിയാൽ നമ്മൾ പേടിക്കുമോ? നോ, ദാറ്റ് ഇക്വേഷൻ ഈസ് റോങ്. H is equal to R rho G by 2S cos theta എന്ന് പറയുന്ന ഇക്വേഷൻ ഈസ് പെർഫെക്റ്റ്ലി റോങ് ഇക്വേഷൻ. കാരണം Hന് Lഉം ഇപ്പുറത്തെ L raised to minus 1 L raised to minus 1 ശരിയല്ലേ? ഇക്വേഷൻ ഈസ് റോങ്. അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് പറയാവോ വിച്ച് ഇസ് ദ കറക്റ്റ് ഇക്വേഷൻ? ഇതങ്ങ് തിരിച്ചിട്ടേ. ഇഫ് ഐ ടേക്ക് H as 2S cos theta by R rho G, അല്ലേ? R rho G by 2S cos theta അല്ലേ L raised to minus 1 കിട്ടിയേ? അതല്ലേ L raised to minus 1? അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ, റെസിപ്രോക്കൽ വന്നാൽ ഇതും റെസിപ്രോക്കൽ ആവും, L ആയി മാറും. സോ ക്ലിയർ ആയോ? R rho G by 2S cos theta ആണ് L raised to minus 1 ആയിട്ട് കിട്ടിയത്. എങ്കിൽ if we are taking 2S cos theta by R rho G തിരിച്ചിട്ടു, അപ്പോൾ L raised to minus 1 തിരിഞ്ഞു. That is L. That is the correct equation is H is equal to 2S cos theta by R rho G. കണ്ടോ? അപ്പം നമുക്ക് ഇക്വേഷൻ കറക്റ്റായിട്ട് ഡിറ്റക്റ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അവർ തെറ്റ് തന്നാൽ അതിനകത്തുള്ള മിസ്റ്റേക്ക് എന്താണെന്ന് വരെ നോക്കാൻ നമുക്ക് പറ്റും. എന്നിട്ട് അത് കറക്റ്റ് ആക്കാനും പറ്റും. ഡയമെൻഷനലി നോട്ട്, ദർ ആർ സർട്ടൻ നമ്പേഴ്സ്. 2 എന്തിയേ? കോസ് തീറ്റ വരെ സൈൻ തീറ്റ തന്നാലും നമുക്കിത് തന്നെ.
ടാൻ തീറ്റ വന്നാലും ഇത് തന്നെ, കോട്ട് തീറ്റ വന്നാലും ഇത് തന്നെ, ശരിയല്ലേ? അപ്പം ഡയമെൻഷനുള്ള ക്വാണ്ടിറ്റി വെച്ച് 2ഉം കോസ് തീറ്റ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം അത് നമ്പേഴ്സാണ്. അപ്പം ഡയമെൻഷൻസ് ഉള്ള ക്വാണ്ടിറ്റീസ് വെച്ച് നോക്കിയാൽ ദ ഇക്വേഷൻ ഇസ് നൗ കറക്റ്റ്. H is equal to 2 cos theta by r rho g becomes correct, dimensionally correct, not with respect to the numbers. നമ്പർ വെച്ച് നമുക്കത് പറയാൻ പറ്റില്ല, ശരിയല്ലേ? എന്തായാലും ഷുവർലി അവർ തന്ന ഇക്വേഷൻ H is equal to r rho g by 2 cos theta റോങ് ആ, പെർഫെക്റ്റ് റോങ് ആ. ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഡയമെൻഷൻസ് യൂസ് ചെയ്യുന്നതെന്ന് ക്ലിയർ ആയി. ഓക്കെ, ഇനി ഡൗട്ട് ഉണ്ടോ? നമുക്കൊന്നും കൂടെ നോക്കാം. one more equation. ഒരു ഇക്വേഷനകത്ത് അവർ പറയുക കൈനറ്റിക് എനർജി ഓഫ് എ മൂവിങ് ബോഡി. കൈനറ്റിക് എനർജി ഓഫ് എ മൂവിങ് ബോഡി എടുക്കാം. കൈനറ്റിക് എനർജി ഓഫ് എ മൂവിങ് ബോഡി ഈസ് ഈക്വൽ ടു p²/2m. ഒരു മൂവിങ് ബോഡിയുടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് p², where p is not the power, p is not the pressure. ഇവിടെ p ആയിട്ട് അവർ തന്നിരിക്കുന്നത് മൊമെൻറ്റം. ഇവിടെ p ആയിട്ട് അവർ തന്നിരിക്കുന്നത് മൊമെൻറ്റം. ക്വാണ്ടിറ്റീസ് അവർ തരണം, എന്നാലേ നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, p is momentum and m is mass. m ആരാണ്? മാസ് ആണ്. ഓക്കെ, ഇങ്ങനൊരു ഇക്വേഷൻ തന്നിട്ട് നമ്മൾ ചോദിക്കുക ഇക്വേഷൻ കറക്റ്റ് ആണോ? നമുക്ക് നോക്കാം. സോ ആദ്യമേ കൈനറ്റിക് എനർജി. സോ കൈനറ്റിക് എനർജിയുടെ ഡയമെൻഷൻ എഴുതാം. വാട്ട് ഈസ് ദ ഇക്വേഷൻ? കൊച്ചു ക്ലാസ് മുതലേ നമ്മൾ പഠിക്കുന്നത് ½ mv². ഹാഫ്, നോ ഡയമെൻഷൻ. ക്യാപിറ്റൽ M ഫോർ മാസ്. LT⁻², സോറി വെലോസിറ്റി അല്ലേ, LT⁻⁻1 അതിൻ്റെ സ്ക്വയർ എടുക്കണം, ശരിയല്ലേ? സോ LT⁻⁻1 അതിൻ്റെ സ്ക്വയർ. That is, we will get m L² T⁻². So what is the dimension of kinetic energy? m L² T⁻². Clear? Doubt undo? Okay. Kinetic energy LHS കിട്ടി. ഇനി നമുക്ക് RHS വേണം. RHSൽ ആരൊക്കെയാ കിടക്കുന്നത്? Taking the RHS p²/2m. p²/2m, where p is the momentum and momentum is the product of mass and velocity. അങ്ങനെയുണ്ട് equation. What is dimension of momentum? How to take the dimension of momentum? We want the equation of momentum. Momentum equation എന്താ? mass into velocity. ഓക്കെ, നമ്മൾ പഠിക്കണം, ഡയമെൻഷൻ പഠിക്കുന്ന സമയത്ത് നമ്മളത് പഠിച്ചു. സോ മാസ് ഇൻറ്റു വെലോസിറ്റി. സോ p² എന്ന് പറയുമ്പോൾ മാസ് ഇൻറ്റു വെലോസിറ്റി ദ ഹോൾ സ്ക്വയർ ബൈ 2m. ഓക്കെ, എമ്മും എമ്മും ക്യാൻസൽ ചെയ്ത് കളയാൻ ഒരു m കളഞ്ഞു. പിന്നെ ആരുണ്ട്? v². ഒരു m പോലുള്ള mv² ബൈ 2. യാ, കറക്റ്റ്. മാസ് ക്യാപിറ്റൽ M, വെലോസിറ്റി നേരത്തെ ഇക്വേഷൻ തന്നെ കിട്ടിയേ, ½ mv² ഇപ്പോഴും കിട്ടി. LT⁻⁻1 the whole square by 2. That is, we will write it is also equal to m L² T⁻². m L² T⁻². ½ mv² തന്നെ കിട്ടി. പിന്നെ എന്താ ഡൗട്ട്? That is, both for LHS and RHS the dimensions are same, m L² T⁻². The equation is dimensionally correct. The equation is dimensionally correct. Clear ആയോ? The equation is dimensionally correct. എന്താ എടുത്ത് dimensionally പറയുന്നത്? മറക്കരുത്, ഈ 2, 3 ആയാലും 4 ആയാലും 5 ആയാലും 10 ആയാലും നമുക്ക് ഒറ്റ ഇക്വേഷൻ തന്നെ കിട്ടുന്ന dimensionally correct equation. That's why ആ നമ്പറിനെ കുറിച്ച് സ്പെസിഫൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എടുത്ത് എഴുതണം. The equation is dimensionally correct. Okay, clear? So now we know how to check. ഇനി ഡൗട്ട് ഉണ്ടോ? ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യണോ? വി വിൽ ഡു വൺ മോർ ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യനൂടെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ചെയ്യാം, ചെയ്താലല്ലേ നമുക്കെല്ലാം പെർഫെക്റ്റ് ആവുള്ളൂ. ഓൾവേസ് ട്രൈ ടു ഡു മോർ ആൻഡ് മോർ ക്വസ്റ്റ്യൻസ്. ഒരു ടോപ്പിക് പഠിച്ചാൽ അതുമായിട്ട് റിലേറ്റഡ് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യണം. എത്രത്തോളം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നോ അത്രത്തോളം ടോപ്പിക് സിമ്പിളായിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ക്ലിയർ? വൺ മോർ സിമ്പിൾ ഇക്വേഷൻ. Once more kinetic energy. Kinetic energy is equal to അവർ തരുക ½ mv² അല്ല, I ω². ½ I ω². You have to check. Equation കൊള്ളാവോ നോക്കിയേ.
Kinetic energy, നമ്മൾ നേരത്തെ പറഞ്ഞു. Kinetic energy is equal to half into mass into velocity square. So the dimension becomes half, no dimension, mass m, velocity lt raised to -1, അതിൻ്റെ സ്ക്വയർ എടുക്കണം. So the dimension becomes m l square t raised to -2. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതാണ്, നമുക്കറിയാം. ശരിയല്ലേ? And what is this half I omega square? ആരാ ഈ I? നമുക്കറിയാവോ? അവർ തന്നിട്ടുണ്ട്. I is a term called as the moment of inertia. ഇതൊന്നും കേട്ട് പേടിക്കണ്ട കേട്ടോ. ഇതൊക്കെ നമ്മൾ ഈച്ച് ആൻഡ് എവറി ചാപ്റ്റർ പഠിക്കുന്നതാണ്. അങ്ങോട്ട് പോകുമ്പോൾ ഇത് ഓരോന്നും നമ്മൾ പഠിക്കും. അപ്പോൾ ഇത് വളരെ സിമ്പിളായി മാറും. ഓക്കെ, ഇപ്പം നമുക്ക് ടേം അറിഞ്ഞുകൂടാക്കണ്ടല്ലേ? മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. ആൻഡ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ എന്താണ്? മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ. നമുക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് നമ്മളത് എഴുതി. മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ. സോ വാട്ട് വിൽ ബി ദ ഡയമെൻഷൻ ഓഫ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ? എം ഇൻറ്റു ഡിസ്റ്റൻസ് ആരാ? എൽ, എല്ലിൻ്റെ സ്ക്വയർ. അതാണ് ഐ പരിചയപ്പെടുത്തിയത്. നമുക്കറിയില്ലായിരുന്നു. ഓക്കെ, അറിയാൻ പറ്റാത്ത ടേംസ് ഒക്കെ നമുക്ക് പരിചയപ്പെടുത്തണ്ടേ? സോ ഐ ഇസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. ഇറ്റ്സ് ഇക്വേഷൻ ഇസ് മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ എം ഇൻറ്റു എൽ സ്ക്വയർ. Now, what is omega? അത് നമ്മൾ നേരത്തെ കേട്ടതാ, ശരിയല്ലേ? ഒമേഗ ആംഗുലാർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ആംഗിൾ ബൈ ടൈം. ആംഗിളിന് ഡയമെൻഷൻ ഇല്ല അല്ലേ? യൂണിറ്റ് ഉണ്ട്, ഡയമെൻഷൻ ഇല്ല. യൂണിറ്റ് റേഡിയൻസ് ബട്ട് നോ ഡയമെൻഷൻ. ബൈ ടി, ദാറ്റ് ഈസ് ടി റേസ് ടു -1. അപ്പോൾ എല്ലാം കൂടെ നോക്കാം. ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. ഹാഫിന് ഡയമെൻഷൻ ഇല്ല, ഐക്ക് ഡയമെൻഷൻ ഉണ്ട്, എം എൽ സ്ക്വയർ. ശരിയല്ലേ? ആൻഡ് ഒമേഗ സ്ക്വയർ ടി റൈസ് ടു -1ൻ്റെ സ്ക്വയർ. എത്ര കിട്ടും? എം എൽ സ്ക്വയർ ടി റൈസ് ടു -2. വെരി ഗുഡ്. ശരിയല്ലേ? കൈനറ്റിക് എനർജിയുടെ ഡയമെൻഷൻ നമുക്ക് എം എൽ സ്ക്വയർ ടി റൈസ് ടു -2 കിട്ടി. ഹാഫ് ഐ ഒമേഗ സ്ക്വയർ എന്ന് പറയുന്ന ആ ഒരു ക്വാണ്ടിറ്റിയുടെയും ആ ഒരു ഫുൾ ടേമിൻ്റെയും ഡയമെൻഷൻ എം എൽ സ്ക്വയർ ടി റൈസ് ടു -2 എന്ന് കിട്ടി. ശരിയല്ലേ? ദ ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. എന്തുകൊണ്ട്? ഹാഫ് അറിയില്ല, ഹാഫിനെ കുറിച്ചൊന്നും പറയാൻ പറ്റത്തില്ല ഡയമെൻഷനിൽ. ഓക്കെ, യു ഹാവ് ടു റൈറ്റ് kinetic energy is equal to half I omega square. The equation is dimensionally correct. Okay, അപ്പോൾ എത്ര equations നമ്മളിപ്പം ചെക്ക് ചെയ്തു? We know how to check the correctness of an equation. Very important. ആരെങ്കിലും ഒരു ഇക്വേഷൻ പുതുതായിട്ട് കണ്ടുപിടിച്ചേച്ച് ഇങ്ങോട്ട് തന്നിട്ട് പറയുക ഇത് ശരിയാണ്, നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കുമോ? വിശ്വസിക്കും. ചെക്ക് ചെയ്ത് നമ്മൾ പ്രൂവ് ചെയ്തിട്ട്. ശരിയല്ലേ? നമുക്കറിയാം ഇപ്പോൾ ഒരു ഇക്വേഷൻ തന്നാൽ അത് ഡയമെൻഷനിൽ ശരിയാണോ അതോ മൊത്തത്തിൽ തെറ്റാണോ എന്ന് ചെക്ക് ചെയ്യാൻ. ഓക്കെ, സോ ദിസ് വാസ് ദ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് ഡയമെൻഷൻ അനാലിസിസ് ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. ക്ലിയർ? സോ ഹോപ്പിംഗ് ഇന്ന് നമ്മൾ പഠിച്ച ടോപ്പിക് നന്നായിട്ട് മനസ്സിലായി. യു വിൽ പ്രാക്ടീസ് ഇറ്റ്. പലവട്ടം എഴുതി നോക്കണം. ഫിസിക്സിന് ആ ഒരു പ്രോബ്ലമേ ഉള്ളൂ. യു ഹാവ് ടു റൈറ്റ്. ഇങ്ങനെ കണ്ടുപഠിച്ചാൽ പെർഫെക്റ്റ് ആവില്ല, നമ്മളത് എഴുതി പഠിക്കണം. ഇഫ് യു റൈറ്റ് ദ ഇക്വേഷൻസ് ഒരു വട്ടം അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ്. ഓക്കെ, സോ ടിൽ ദ നെക്സ്റ്റ് ക്ലാസ്, സീ യു. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നവരെ ടോപ്പിക് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, മൈൻഡ്.